Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Okay, we can start. Who is ready to do prayer? Miss. Rajalakshmi. Okay. Rajalakshmi, please. Thank you for Miss. Yes, please. Dear God, thank you for this new day. Help us to say kind words to others. Help us to do our best. Protect us and our families. Make our day successful. Thank you. Okay, what's next? Care for others. അതായിരുന്നു രാജലക്ഷ്മിയുടെ പ്രയറിലുണ്ടായിരുന്നത്. Yes, please. ഇനി എന്താണ്? Thought of the day. Confidence and hard work is the best medicine for success. പരിശ്രമവും ആത്മവിശ്വാസവുമാണ് വിജയത്തിലേക്കുള്ള വഴി. Thank you, Miss. Okay, signing. ഞാനാണ് മിസ്. Good afternoon. Okay. Done. Good afternoon, ma'am. Good afternoon, all. I would like to welcome respected Jisha ma'am and all my friends to today's monetary class. I hope all of you have a wonderful time learning. Over to you, ma'am. Thank you, ma'am. Okay, fine. So, last class നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? It's regarding our subject and other things. നമ്മൾ എന്ത് പറഞ്ഞ അവസാനിപ്പിച്ചത്? വളരെ കുറച്ച് പേരേ ഉള്ളൂ അല്ലേ? എനിക്ക് തോന്നുന്നു സ്കൂളൊക്കെ തുറന്നുകൊണ്ടായിരിക്കും. ടീച്ചർമാരൊക്കെ ഉണ്ടാവും, അവരൊക്കെ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ വേറെ ജോലിയൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അതായിരിക്കും കുറച്ച് പേര്. നിങ്ങളുടെ ഗ്രൂപ്പിൽ എത്ര പേരുണ്ട്? ടോട്ടൽ സ്ട്രെങ്ത്, നിങ്ങൾക്കൊരു പേഴ്സണൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒഫീഷ്യൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ, എത്ര മെമ്പേഴ്സ് ഉണ്ട് അതില്? പാർട്ടിസിപ്പൻസ് 100 കൂടുതലുണ്ട്, 105 പേരെന്തോ ഉണ്ട്. ഓക്കെ. അപ്പൊ നമുക്കിവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന 18 പേരായി. 18 പേരിൽ 3 പേര് ഞങ്ങൾ ഫ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളുടെ ഭാഗമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നു. സോ പിന്നെ ആരാണ്? ഞാനും ഉണ്ട്. ഓഫീസിൽ നിന്ന് ഞാൻ രാഖിയും, ടെക്നിക്കൽ സൈഡിൽ നിന്നും രാഖിയും റിജോയും ഉണ്ട്, ഞാനും ഉണ്ട്. അപ്പൊ 3 പേര് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 15 പേരാണോ ലാസ്റ്റ് ഉള്ളത്? അത് അവരുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കും കയറാൻ പറ്റാത്തത്. റെക്കോർഡ് ക്ലാസ് കാണുന്നു വിചാരിക്കുന്നു. ഇനി അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? ക്ലാസ് കഴിയുമ്പോൾ ഗ്രൂപ്പില് ബ്രീഫ് ചെയ്യാം അല്ലെ? ഗ്രൂപ്പിൽ ബ്രീഫ് ചെയ്യാം. നമുക്ക് ക്ലാസിന്റെ ലാസ്റ്റ് ആവുമ്പോഴേക്കും അന്നത്തെ സെഷൻ മുഴുവൻ ബ്രീഫ് ചെയ്യാം. അങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് തോന്നുന്നു. സോ ദാറ്റ് ഇസ് കോൾഡ് മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് റെസിപ്രോക്കൽ ഹെൽപ്പ്. മോണ്ടിസോറി മെത്തേഡിന്റെ 2 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് റെസിപ്രോക്കൽ ഹെൽപ്പും മ്യൂച്വൽ ഹെൽപ്പും. പരസ്പരം സഹായിക്കുന്നു. റെസിപ്രോക്കൽ ഹെൽപ്പ് എന്താന്ന് വിചാരിക്കും, എന്നെ ഇപ്പൊ ഒരാൾ സഹായിച്ചു കഴിഞ്ഞാൽ അത് എന്റെ മനസ്സിൽ എല്ലാ കാലവും ഉണ്ടായിരിക്കണം. എന്റെ മനസ്സിലുണ്ടാകണം വേറൊരാൾക്ക് നീഡി ആയിട്ടുള്ള ഒരു ആവശ്യക്കാരൻ, ഒരു അത്യാവശ്യക്കാരൻ ഒരു സഹായം വരുമ്പോൾ ഞാൻ തിരിച്ച് സഹായിക്കണം. അത് എന്നെ ഹെൽപ്പ് ചെയ്ത ആൾക്ക് മാത്രമല്ല, ആരെന്നെ മുന്നിൽ അങ്ങനെ കണ്ടാലും അയാളെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ദാറ്റ് ഇസ് റെസിപ്രോക്കൽ ഹെൽപ്പ്. ഓക്കെ, നമ്മളുടെ ഈ മെത്തേഡില് സെൽഫിഷ്നെസ് എന്നുള്ളതിന്റെ സ്ഥാനമേ ഇല്ല. അത് നമ്മൾ പുറത്ത് കളഞ്ഞിട്ട് വേണം അകത്തേക്ക് കയറിയിരിക്കാൻ. പിന്നെ പോയി എടുക്കുകയും ചെയ്യരുത്. അപ്പൊ അത് നമ്മളുടെ ലൈഫിലും ഇനിയുള്ള നമ്മുടെ ജേണിയിലും ആരിലും അങ്ങനെ ഉണ്ടാവില്ല. എന്നാലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം. സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്ട്, അതെല്ലാം ഉണ്ട്. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് സെൽഫിഷ്നെസ്. നമ്മൾ സെൽഫ് ലവ് എന്നതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? സ്വയം സെൽഫ് ലവ്, നമ്മളെ തന്നെ നമ്മൾ ഹൗ വി ക്യാൻ ലവ് അവർ സെൽഫ്. എങ്ങനെ നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാൻ പറ്റും? ബഹുമാനം കൊടുക്കുക, സെൽഫ് റെസ്പെക്ട്. സെൽഫ് ലവ് എന്ന് പറഞ്ഞാലോ സ്വയം സ്നേഹിക്കുക.
നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു നമ്മളോട് തന്നെയുള്ള ഒരു ഇഷ്ടം ഉണ്ടല്ലോ. നമുക്ക് നല്ലത് ചെയ്യുന്നു, അപ്പൊ നമ്മൾ നല്ല ഹാപ്പി ആവുന്നു. അതെ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നല്ലത് ഒരാൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ ആ ആളിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം നമുക്ക് ഇനിയും അടുത്ത കാര്യങ്ങൾ നല്ലത് ചെയ്യാൻ തോന്നും. അപ്പൊ നമ്മളോട് തന്നെ ഒരു പൊതുവെ ഒരു ഇഷ്ടം തോന്നും. അതൊക്കെയല്ലേ സെൽഫ് ലവ് എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ. നിങ്ങൾ എല്ലാവരും പല പല ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കും. വീട്ടിൽ നിറയെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ഓഫീസിൽ പോകുന്നവർക്ക് അവിടെയും റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. വീട്ടിൽ കൊച്ചു കുട്ടികൾ ഉണ്ടാവും, അവരുടെ കാര്യങ്ങൾ നോക്കണം. ലൈഫ് പാർട്ട്ണർ ഉണ്ടെങ്കിൽ ലൈഫ് പാർട്ട്ണറുടെ കാര്യങ്ങൾ നോക്കണം. പാരന്റ്സ്, ഇൻലോസ് ഉണ്ടെങ്കിൽ, പ്രായമായവരാണെങ്കിൽ അവരുടെ കാര്യം നോക്കണം. അല്ലെ, പ്രായമായ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അസുഖങ്ങളുമായി ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കണം. യെസ്, അതെല്ലാം നമ്മൾ ചെയ്യണം. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു മീ ടൈം, എനിക്ക് വേണ്ടി ഒരു സമയം ഞാൻ കണ്ടെത്തണം. സമയത്ത് ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. അല്ലെ, നമ്മൾ ആവശ്യത്തിനുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, നമ്മളുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ കഴിക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കണം. നമ്മൾക്ക് ആവശ്യത്തിന് റെസ്റ്റ് കിട്ടുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കണം. സ്ലീപ്പ്, അല്ലെ, നമ്മൾക്ക് എന്റർടൈൻമെന്റ് കിട്ടണം എന്ന് അത് നമ്മൾ ഉറപ്പാക്കണം. മീ ടൈം എന്നൊരു സംഭവം ഉണ്ട്. മീ ടൈം പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ, ഈ ക്ലാസ്സിൽ നിന്നായിരുന്നോ മീ ടൈം പറഞ്ഞത്? ഏത് ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടി പറയണ്ടായി, സുഖമില്ലാതെ വന്നപ്പോ ഒരു മീ ടൈം കണ്ടെത്തിയത് കാരണം ആ അസുഖത്തിൽ നിന്നൊരു ശരിക്കും ഭയങ്കര ഒരു റിലീഫ് കിട്ടിയ പോലെ തോന്നിയെന്ന് പറഞ്ഞു. അപ്പൊ മെഡിസിൻസ് മാത്രമല്ല നമ്മളെ ക്യൂർ ചെയ്യുന്നത്, സെൽഫ് ലവ്, മീ ടൈം, ഇതെല്ലാം നമ്മളെ ക്യൂർ ചെയ്യുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്ത സമയത്ത് ഭക്ഷണം കഴിക്കില്ല, സമയത്ത് ഉറങ്ങില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഈവൻ ഞാനും ചെയ്യുന്ന പല കാര്യങ്ങളാണ്. ആ ഒരു മീ ടൈം അല്ലെങ്കിൽ എന്റെ കാര്യം നോക്കുക, അതങ്ങ് മാറ്റി വെച്ചിട്ട് നോക്കും. നമ്മൾ ആരോഗ്യത്തോടെ ഇരുന്നാലാണ് നമുക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ അതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. സെൽഫ് റെസ്പെക്ട്, ഡെഫിനറ്റ്ലി സെൽഫ് റെസ്പെക്ട്. പണ്ടൊരു കാലഘട്ടത്തില് ആളുകൾക്ക് ഒരു ചിന്തയുണ്ടായിരുന്നു, ഐ എം ഗുഡ് ഫോർ നത്തിങ്, വൈ ഐ ആം ഹിയർ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ അത് മാറി. ഐ ആം ദ ബെസ്റ്റ് എന്ന് ചിന്തിക്കാൻ തുടങ്ങി. യെസ്, ഐ ആം ദ ബെസ്റ്റ്, ഐ ക്യാൻ ഡു സംതിങ്, ഐ ക്യാൻ ഡു എന്നുള്ള ആ ഒരു ഫീലൊക്കെ വന്നു തുടങ്ങി. സോ ആ ഒരു ട്രാൻസിഷൻ സംഭവിച്ചിട്ടുണ്ട് ഓൾറെഡി. പക്ഷെ എന്നാലും ചെറിയ ചെറിയ ഏറ്റക്കുറച്ചുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മീ ടൈം, സെൽഫ് ലവ്, ഇതിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ. അപ്പൊ ഇതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ മോണ്ടിസോറി മെത്തേഡില് മറിയ മോണ്ടിസോറി ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്, എൻഹാൻസ് ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ് സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്ട്, സെൽഫ് കൺട്രോൾ, മ്യൂച്വൽ ലവ്, മ്യൂച്വൽ ഹെൽപ്പ്, റെസിപ്രോക്കൽ ഹെൽപ്പ്, കോപ്പറേഷൻ, അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടുക എന്നുള്ളതാണ്, അല്ലെ? സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് പോവുക എന്നുള്ളതാണ്. ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. പൊരുത്തപ്പെടുക എന്നതിന്റെ അർത്ഥം നിർബന്ധപൂർവ്വം ചെയ്യാന്നുള്ളതല്ല. അതങ്ങ് ചെയ്യാം, ഇറ്റ്സ് ഓക്കെ, അതുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റഡ് ആയി പോകും. രാവിലെ വീട്ടില് കറണ്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേസാ പോയത്, ബാക്കി ഫേസസ് ഒക്കെ ഉണ്ട്. അപ്പൊ നോക്കുമ്പോ വെള്ളം തീർന്നു. തീർന്നപ്പോഴേക്കും ടാങ്കിൽ വെള്ളം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഹാപ്പൻഡ്, വെള്ളം തീർന്നു പോയി. ഇനിയിപ്പോ ആ ഒരു കറണ്ട് ഇല്ലാത്ത ഫേസിലാണ് ആ മോട്ടറിന്റെ കണക്ഷൻ വന്നത്. സോ അത് ഇനി കറണ്ട് വന്നാലേ നടക്കുള്ളൂ. ആൾക്ക് ദേഷ്യം വരുന്നു, എന്തൊക്കെയൊക്കെയോ പ്രശ്നങ്ങൾ കേട്ടോ. ഞാൻ പക്ഷെ വളരെ സമാധാനമായി നിന്ന് കുക്ക് ചെയ്യുവാണ്. കാരണം മോന് സ്കൂളിൽ പോകണം, ഹസ്ബൻഡിന് ഓഫീസിൽ പോകണം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി, ലഞ്ചും ഓൾമോസ്റ്റ് റെഡിയായി. പിന്നെ പാക്ക് ചെയ്യണം, അത്രയൊക്കെ ഉള്ളൂ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ബാക്കിയുള്ളൂ. പിന്നെ ഒട്ടും വെള്ളം വരുന്നില്ല പൈപ്പിൽ നിന്ന്. അങ്ങനെ വന്ന് നോക്കുമ്പോൾ നമുക്ക് കിണറിലെ വെള്ളമാണ് ടാങ്കിലേക്ക് അടിക്കുന്നത് കേട്ടോ. അപ്പൊ ലൈനിലെ കണക്ഷൻ പുറത്തൊരു ടാപ്പ് ഉണ്ട്, ഞാൻ അലക്കുന്ന സ്ഥലത്ത്. ഞാൻ അതിൽ നിന്ന് വെള്ളം പിടിച്ച് ഇവർക്ക് കൊണ്ടു കൊടുത്തു. അവരൊക്കെ ടോയ്ലറ്റിൽ കൊണ്ടുവച്ചു. ആയപ്പോഴേക്കും കറണ്ട് വന്നു. അതിനിടയ്ക്ക് ഹസ്ബൻഡ് സമാധാനമായിട്ടൊരു കാര്യം ചെയ്തു, KCBയിൽ വിളിച്ചു. കാരണം ചിലപ്പോൾ അവരറിയില്ലല്ലോ ഒരു ഫേസ് ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ. വിളിച്ച് എനിക്ക് അവരെ വിളിച്ചൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കറണ്ട് വന്നു. അങ്ങനത്തെ ഓരോരോ സിറ്റുവേഷൻ. അപ്പൊ നമ്മൾ സാഹചര്യമായി പൊരുത്തപ്പെടാൻ വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്നുമില്ലെങ്കിൽ കിണറിൽ നിന്ന് പോരാം, കാരണം ഭൂമിയുടെ ലെവലായി കഴിഞ്ഞു, മഴ പെയ്തത് കാരണം പോരാനും എളുപ്പമാണ്. അങ്ങനെ നമ്മളിപ്പോ ഒരു സിറ്റുവേഷൻ വരുമ്പോ നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് നമ്മൾ മനസമാധാനമായി ഇരിക്കുക എന്നുള്ളതാണ് പൊരുത്തപ്പെടുക എന്നുള്ളത്. അല്ലാതെ ഒരാളുടെ സ്ലേവ് ആയിരിക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക, ഇതൊന്നുമല്ല. ഇതൊക്കെ
ഇതൊക്കെ മോണ്ടിസോറി മെത്തേഡിലുള്ള കാര്യമാണ്. മറിയ മോണ്ടിസോറി പറയുന്നത് ചെറുപ്പം തുടങ്ങിയേ അഡാപ്റ്റേഷൻ, സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് കുട്ടികൾക്ക് അത് പെട്ടെന്ന് കഴിയും. അങ്ങനെ അവർ ചെയ്ത് കഴിഞ്ഞാൽ അവർ അഡൽട്ട് ആവുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടില്ല. നമ്മളൊന്ന് ആലോചിച്ചു, നമ്മൾ ഈ പാമ്പർ ചെയ്ത് കൊണ്ടുപോകുന്ന കുട്ടി ഒരു ഏജ് കഴിയുമ്പോഴേക്കും പഠിക്കാൻ പോകുന്നത് വേറെ നാട്ടിലേക്കായിരിക്കാം, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നത് വേറെ നാട്ടിലേക്കായിരിക്കാം. അഡ്ജസ്റ്റ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ മാരേജ് ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ ഒറ്റയ്ക്ക് ലൈഫ് തുടങ്ങുന്നവരായിരിക്കും. അവിടെ അവർക്ക് ഒരു അഡാപ്റ്റേഷൻ നടന്നില്ലെങ്കിൽ എന്ത് പറ്റും? ഡെഫിനറ്റ്ലി അതിന് ഭയങ്കര കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊക്കെ വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ചെറുപ്പം തുടങ്ങി ആ ഓരോ സാഹചര്യവുമായി പൊരുത്തപ്പെട്ടു പോകാനായിട്ട് അവർക്ക് കഴിയണം. അവർക്ക് എല്ലാം അളവിൽ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ അഡാപ്റ്റേഷൻ അവരിൽ വരില്ല. എല്ലാം ആവശ്യത്തിന് പ്രൊവൈഡ് ചെയ്യാം. ഇറ്റ്സ് ലെസ് എങ്കിൽ ഇറ്റ്സ് ലെസ് എന്ന് തന്നെ അവരോട് പറയണം. അപ്പൊ അത് കുട്ടികളിലെ തുടക്കത്തിലേ അവരാകുമ്പോൾ അവർക്ക് പിന്നെയുള്ള ലൈഫ് സ്മൂത്ത് തന്നെയായിരിക്കും. ഓക്കെ, ഇതാണ് പറഞ്ഞത്. നമ്മൾ നമ്മുടെ മോഡ്യൂൾ 1 പാർട്ട് 3 ഇതെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഓരോരോ സിറ്റുവേഷൻ വന്നപ്പോ പറഞ്ഞു നിങ്ങൾക്ക്. സെൽഫ് കൺട്രോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെൽഫ് കൺട്രോൾ, നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റണം. അതിന്റെ ഒരു ബാലൻസ് നടക്കണം അല്ലെ. അതൊക്കെയാണ് സെൽഫ് കൺട്രോളിൽ വരുന്നത്. ഇല്ലെങ്കിൽ എപ്പോഴും ഷൗട്ട് ചെയ്യുക, വയലന്റ് ആകുക, അജിറ്റേറ്റഡ് ആയിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ വിചാരിക്കും കൊച്ചു കുട്ടികളിൽ ഇത് എങ്ങനെ വരും? ഈ സെൽഫ് കൺട്രോൾ, സെൽഫ് ലവ്, മറ്റുള്ളവരെ സഹായിക്കുക, അത് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മറിയ മോണ്ടിസോറി അതിനനുസരിച്ചാണ് ഈ മെത്തേഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പല പല മെറ്റീരിയൽസ് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കുഞ്ഞുങ്ങൾ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ് അവർക്ക് ഈ പറയുന്ന ക്വാളിറ്റീസ് എല്ലാം വരുന്നത്. ലവ് ഫോർ അതേഴ്സ്, മറ്റുള്ളവരെ സ്നേഹിക്കുക, കെയർ ഫോർ അതേഴ്സ്, ഒരു അഫെക്ഷൻ, ആ ഒരു എമ്പതി ഒക്കെ അവർക്ക് വരും. ചില കുട്ടികൾ കണ്ടിട്ടില്ലേ, എന്തെങ്കിലും ഒരു പ്രാണിയോ ജീവിയെ കാണുമ്പോൾ ചവിട്ടി അരച്ച് കൊല്ലും. അപ്പൊ അതൊക്കെ ചെറുപ്പത്തിലേ അത് അവരിൽ നിന്ന് ഇല്ലാതാകാൻ, അവർക്ക് എല്ലാ ജീവികളോടും സ്നേഹം തോന്നുന്ന രീതിയിൽ ഇതെല്ലാം ഈ മോണ്ടിസോറി മെത്തേഡിലൂടെ കറക്റ്റ് മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മറിയ മോണ്ടിസോറി പറയുന്നത് നമ്മളിപ്പോ വീട്ടിലാണെങ്കിലും ശരി, നമുക്കിപ്പോ 2 കുഞ്ഞുങ്ങളുണ്ട്. നമ്മൾ പുറത്തു പോയിട്ട് വന്നപ്പോ ചോക്ലേറ്റ് വാങ്ങിയിട്ട് വന്നു, 2 പേർക്ക് 4 എണ്ണം വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. ആ 4 എണ്ണം അപ്പ അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യരുത്. ഗിവ് ദം 1, ഒരെണ്ണം കൊടുക്കുക. ഇപ്പൊ കൊടുത്തിട്ട് അവരോട് ഷെയർ ചെയ്യാൻ പറയാം. എല്ലാവർക്കും കൊടുക്കുക എന്ന് പറയാം. വീട്ടില് പ്രായമായവര്, ഇവിടെ ഹസ്ബൻഡ് ഡയബറ്റിക് ആണ്, പക്ഷെ ഞാൻ പറയും കൊണ്ടുപോയി കൊടുക്കാൻ പറയും. ഇപ്പൊ 100 ആള് പൊടിച്ചെടുക്കും. കാരണം അവർക്ക് എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളൊരു ഫീല് വരണം. അപ്പൊ ഒരെണ്ണം മാറ്റി വെച്ച് ഒരെണ്ണം മാത്രം നമ്മൾ കൊടുക്കും, ഇവരതങ്ങ് ഷെയർ ചെയ്യും. അതേസമയം ഓരോ ആളിനും ഓരോന്ന് എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ അത് അങ്ങനെ കൊടുക്കേണ്ട സിറ്റുവേഷനിൽ മാത്രം അങ്ങനെ കൊടുക്കുക. അല്ലാത്തപ്പോ ഷെയറിങ് മെന്റാലിറ്റി അത് അവരിൽ വരട്ടെ. ഓക്കെ ഫൈൻ, നമ്മൾ എവിടെയായി? കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. എവിടെയായി? എവിടെ വരെയായി ക്ലാസ്? ഐ ഡോണ്ട് റിമെമ്പർ. അതാണ് ബാച്ചുകൾ 14ാമത്തെ ബാച്ച് വരെ എത്തി നിൽക്കുക. ഇപ്പോ ലൈവായിട്ട് 6th ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. മെന്റൽ ഹൈജീൻ കഴിഞ്ഞ് മെന്റൽ ഹെൽത്ത് ഉണ്ടായിരുന്നില്ല. അച്ഛാ, യൂണിറ്റ് 6 ആണോ? പാർട്ട് 1 അതെ അതെ മിസ്. മെന്റൽ ഹെൽത്ത് ഫസ്റ്റ് പാരഗ്രാഫ് പറഞ്ഞു, സെക്കൻഡ് ഫ്രം ദിസ് തൊട്ടാണ് ഇനി പറയേണ്ടത്. പല ബാച്ചുകൾക്ക് എക്സാം ഇങ്ങനെ പാരലായി നടക്കുകയാണ്. അപ്പൊ കുറെയൊക്കെ നിങ്ങളുടെയൊക്കെ എവിടം വരെ എന്തൊക്കെ തരണം ഇതൊക്കെ എന്റെ തലയിൽ നിന്ന് പോയിരിക്കും. ഇനി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നോക്കിയിട്ട് സമയം പോലെ ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ എടുക്കുന്ന പോർഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പോവുക. ലെസൺ തുടങ്ങിയതേ ഉള്ളൂ അതോ? മെന്റൽ ഹെൽത്ത് പറഞ്ഞു, അതില് സെക്കൻഡ് പാരഗ്രാഫ് തൊട്ടാണ് പഠിക്കേണ്ടത്. മനസ്സിന്റെ ആരോഗ്യം അല്ലെ. ഇപ്പം എല്ലാ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസും
ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ് മാനസിക ആരോഗ്യ സാക്ഷരത വേണം എന്നുള്ളത്. അതായത് മെന്റൽ ഹെൽത്ത് ലിറ്ററസി അത് വളരെ ആവശ്യമാണ്. അതില്ലാതെ വരുമ്പോഴാണ് പലയിടത്തും വയലൻസ് അതും അങ്ങനെ പല പല പ്രശ്നങ്ങളും കേൾക്കുന്നത്. ഇങ്ങനെയൊക്കെ കുട്ടികൾ ചെയ്യൂ, ഇങ്ങനെയൊക്കെ ആളുകൾ ചെയ്യൂ. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? എന്റെ ഓരോരോ PDF ആയിട്ട് 24. മെന്റൽ ഹെൽത്ത് ലിറ്ററസി അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനിവൺ നോസ് എനിത്തിങ് അബൌട്ട് മെന്റൽ ഹെൽത്ത് ലിറ്ററസി, അതായത് മാനസിക ആരോഗ്യ സാക്ഷരതയെ കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ യു ക്യാൻ ഷെയർ. എന്താ മാനസിക ആരോഗ്യ സാക്ഷരത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? സാക്ഷരത എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം അല്ലെ? അറിവ് ഉള്ള ഒരാൾ, വിദ്യാഭ്യാസം, അങ്ങനെയൊക്കെ അങ്ങനെ പറയുന്നു അല്ലെ? നമ്മളിതൊരു പർട്ടിക്കുലർ സെക്ഷൻ വരെ നമ്മൾ പഠിച്ചു, ഇപ്പൊ 4ാം ക്ലാസ് വരെ പഠിച്ചു, അല്ലെങ്കിൽ അക്ഷരം എഴുതാൻ അറിയാം, ബേസിക് ആയിട്ട് അറിയാമെങ്കിൽ സാക്ഷരരായി എന്നായിരുന്നു പണ്ടത്തെ ഒരു കൺസെപ്റ്റ്. പക്ഷെ അതിൽ കാര്യമില്ലാന്ന് പിന്നീട് നമുക്ക് മനസ്സിലായി. ആ ഒരു PDF ഒഴിച്ചു ബാക്കിയെല്ലാം ഇവിടെ എന്റെ ടേബിളിലുണ്ട്. സോ മെന്റൽ ഹെൽത്ത് ഒരു സയൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് സെന്റൻസിൽ ഒരു കറക്ഷൻ ഉള്ളത് നിങ്ങൾ ചെയ്തിരുന്നു. മെന്റൽ ഹൈജീൻ ഈസ് എ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ പ്രോസസ് ഓഫ് അറ്റൈനിങ് മെന്റൽ ഹെൽത്ത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് മെന്റൽ ഹെൽത്ത് ഈസ് എ സയൻസ് എന്ന് പറഞ്ഞിട്ടാണ്. ആ മെന്റൽ ഹെൽത്ത് എന്നുള്ളത് ഹൈജീൻ എന്നാക്കുക. പക്ഷെ നമ്മളുടെ മാർഗമാണ് ഹൈജീൻ എന്നുള്ളത്. നമ്മൾക്ക് കിട്ടുന്ന ലക്ഷ്യം, നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്, എയിം എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് ആണ്. മെന്റൽ ഹെൽത്തിലേക്കുള്ള ഒരു മീൻസ്, മാർഗമാണ് മെന്റൽ ഹൈജീൻ. ഓക്കെ ഫൈൻ. സോ ഇതൊരു മെന്റൽ ഹൈജീൻ ഒരു സയൻസ് ആണ്. നമുക്ക് മെന്റൽ ഹെൽത്ത് കിട്ടാനുള്ള, അച്ചീവ് ചെയ്യാനുള്ള ഒരു മാർഗം, മീൻസ്, വേ, വഴി എന്നൊക്കെ പറയാം. ഇപ്പൊ ക്രൂ ആൻഡ് പ്രൂ എന്നുള്ള സൈക്കോളജിസ്റ്റുകൾ, ഒരു ഓതേഴ്സ് ആണ് ബുക്സ് എല്ലാം എഴുതുന്നത്. അവര് ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട് മെന്റൽ ഹൈജീന്. എന്താ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ? ഇറ്റ്സ് എ സയൻസ് that deals ഹ്യൂമൻ വെൽഫെയർ, ആളുകളുടെ ക്ഷേമം അല്ലെ, സുഖം, സന്തോഷം, സമാധാനം, ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് പറയാം വെൽഫെയർ. ആൻഡ് ഫോർവേഡ്സ്, അത് സ്പ്രെഡ് ചെയ്തിരിക്കുന്നു ഓൾ ഫീൽഡ്സ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ഇതൊക്കെ ഞാൻ എടുത്തു എന്നാണ് എന്റെ ഒരു ഓർമ്മ അല്ലെ? മാം 24 മെന്റൽ ഹെൽത്ത് ആണ് എടുക്കേണ്ടത്. എനിക്ക് പേജ് നമ്പർ പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓരോരോ PDF ആണ്, ഓരോരോ യൂണിറ്റ് ആയിട്ടാണ് കയ്യിലുള്ളത്. ഓക്കെ. പിന്നെ അതായത് നമ്മൾ മെന്റൽ ഹൈജീനെ കുറിച്ച്, മെന്റൽ ഹൈജീനും മെന്റൽ ഹെൽത്തും തമ്മിലുള്ള കണക്ഷൻ നമ്മൾ അതായിരുന്നു പറഞ്ഞിരുന്നത്. ഒന്ന് മാർഗമാണെങ്കിൽ മറ്റൊന്ന് ലക്ഷ്യം. അത് തന്നെയായിരുന്നു ശരീരത്തിന്റെ ആരോഗ്യവും ശരീരത്തിന്റെ ആ ഒരു പേഴ്സണൽ ഹൈജീനും. നമ്മൾ ഹൈജീൻ ആയിരുന്നാൽ മാത്രമാണ് നമുക്ക് ഹെൽത്ത് എന്നുള്ള ഇതിലേക്ക്, ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മനസ്സ് നല്ല ഹൈജീൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു മെന്റൽ ഹെൽത്ത് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശരീരത്തിന്റെ ആരോഗ്യം അച്ചീവ് ചെയ്യാന്നുള്ളത് എളുപ്പമാണ് കമ്പയർ ടു മനസ്സിന്റെ ആരോഗ്യം, മെന്റൽ ഹെൽത്ത്. കാരണം നമുക്കിപ്പോ ഒരു ഡെഫിഷ്യൻസി ഉണ്ട്, എന്തെങ്കിലും ഒരു ഭക്ഷണത്തിലൊരു ഡെഫിഷ്യൻസി, ഒരു വൈറ്റമിൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി ഉണ്ട്, നമുക്ക് അവിടെ സപ്ലിമെന്റ്സ് കിട്ടും. ഈവൻ അത് മെഡിസിന്റെ രൂപത്തിലും കിട്ടും, ഭക്ഷണത്തിലൂടെയും നമുക്ക് കിട്ടും. നമുക്കത് തിരിച്ചു പിടിക്കാം. പക്ഷെ മെന്റൽ ഹെൽത്ത് വളരെ ലോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ബുദ്ധിമുട്ടുകൾ. ചിലര് അങ്ങനെ പോകും, ചിലര് അതൊക്കെ പിടിച്ച് കയറി വരും. പക്ഷെ എന്നാലും ആ ഒരു ട്രോമാറ്റിക് ആയിരിക്കും അവരുടെ ലൈഫ്. അപ്പൊ അത് ശ്രദ്ധിക്കണം. നമ്മൾ തന്നെ വാക്കുകൊണ്ട് ഒരാളെ വേദനിപ്പിക്കുമ്പോൾ അയാൾ എത്രത്തോളം വിഷമിക്കണ്ടാവും അല്ലെ? അത് കുഞ്ഞുങ്ങളാണെങ്കിലും ശരി, പ്രായമായ ആളുകളാണെങ്കിലും ശരി.
ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ടെൻഷനിലായിരിക്കും. നമ്മൾ ദിവസവും കാണുന്ന ഒരാളെ നമ്മൾ കണ്ട് ചിരിച്ച് ചിലപ്പോൾ ഒരു ചിരി അല്ലെങ്കിൽ ഒരു വിഷ് കൊടുത്തിട്ട് പോകുന്നുണ്ടാവും. ഈ ടെൻഷൻ കാരണം ഓപ്പോസിറ്റ് വന്ന ആളെ നമ്മൾ ശ്രദ്ധിച്ചതേ ഇല്ല. അവർക്ക് തോന്നി ഇന്ന് എന്ത് പറ്റി, അങ്ങനെ ഒരു ഫീല് വരും അല്ലെ. ഇന്ന് എന്ത് പറ്റി, ഇന്ന് എന്താണോ എന്നെ കണ്ട് ചിരിക്കാതിരുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവരും ചിന്തിക്കും. നമ്മൾ പക്ഷെ കണ്ടിട്ടില്ല നമ്മുടെ ഈ ടെൻഷൻ കാരണം. അപ്പൊ അതാണ് ഈ മെന്റൽ ഹെൽത്ത്. അത് മൈൻഡിന്റെ ആ ഒരു സഞ്ചാരം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഈ ക്ലാസ്സിലാണോ ആരോ ചോദിച്ചത് എനിക്കറിയില്ല. മൈൻഡ് എവിടെയാണെന്ന് മറ്റൊരു പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു എന്നോട് തന്നെ ഹോൾ ക്ലാസ്സിനോട് ചോദിച്ചത്. അപ്പോഴാണ് ചിന്തിക്കുന്നത്, യെസ്, മൈൻഡ് എവിടെയാ. സംടൈംസ് നമ്മൾ നമ്മുടെ ഇവിടം കൊണ്ട് ചിന്തിക്കും, ചിലപ്പോൾ നമ്മൾ ഇവിടം കൊണ്ട് ചിന്തിക്കും, കാര്യങ്ങൾ ചെയ്യും അല്ലെ. ഡിപ്പെൻസ്, ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ചിലപ്പോ ഹൃദയം പറയുന്നത് കേൾക്കും, ചിലപ്പോൾ ബ്രെയിൻ പറയുന്നത് കേൾക്കും. അപ്പോഴാണ് പറഞ്ഞത് ശരീരത്തിന്റെ ഓരോ അണുവിലും മൈൻഡ് ഉണ്ടെന്ന് അല്ലെ. അത് ശരിയാട്ടോ. കാരണം ചില സമയത്ത് നമുക്ക് ഓരോ ഫീലിങ്സ് വരുന്നത് നമ്മുടെ ഓരോരോ ബോഡി പാർട്സിനായിട്ടായിരിക്കും. ഇപ്പൊ ഒരാള് നമ്മളെ സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് സംഭവം ആ ഒരു ഫീല് കിട്ടുക, ആരും എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ മനസ്സ് ബോഡിയുടെ എല്ലാ ഒരു ഭാഗങ്ങളിലും ഉണ്ടെന്നുള്ള രീതിയിൽ പറയാൻ. കാലിനൊരു പെയിൻ വരുമ്പോ നമുക്കൊരു ആ ഒരു ഭാഗത്തൊരു പ്രശ്നം ഒരു ഇതായിട്ട് തോന്നി, അത് നമ്മൾക്ക് ആരുടെയെങ്കിലും കൈ മുറിഞ്ഞ് കാണുമ്പോൾ അത് നമ്മുടെ കയ്യിൽ അതേ സ്ഥലത്ത് നമുക്ക് പെയിൻ ഉണ്ടോ എന്ന് നമുക്കൊരു ഫീല് തോന്നില്ലേ. അതൊക്കെ അതിനൊക്കെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കാം. അപ്പൊ മെന്റൽ ഹൈജീൻ ആദ്യം ഉറപ്പാക്കണം. മനസ്സിലേക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് കടത്തിവിട്ടാൽ മാത്രമാണ് മനസ്സിന്റെ ഹൈജീൻ ശരിയാവുള്ളൂ. അപ്പോഴാണ് നമുക്ക് മനസ്സിന് ആരോഗ്യം ശരിയായ രീതിയിൽ കിട്ടുള്ളൂ. ഇനി ചില ആളുകൾക്ക് ചില പ്രശ്നങ്ങൾ കാരണം പല അസുഖങ്ങൾ, ഡിസോർഡേഴ്സ് വരും, സൈക്യാട്രിക് ഡിസോർഡേഴ്സ് വരും, മാനസികമായ ബുദ്ധിമുട്ടുകൾ വരും അല്ലെ. ചിലപ്പം അത് ഒരാളോട് സംസാരിച്ചാൽ തീരാവുന്നതായിരിക്കും, ചിലപ്പോൾ അവര് തന്നെ സോർട്ട് ഔട്ട് ചെയ്യും, ഓക്കെ ആകും. പക്ഷെ ചിലർക്ക് അത് ചിലപ്പോ ഇന്റർവെൻഷൻസ് വേണ്ടി വരും. അത് പ്രൊഫഷണൽ ആയിട്ട് ആ ഒരു ഫീൽഡിൽ പ്രൊഫഷണൽ ആയിട്ട് ഒരാളുടെ ഇന്റർവെൻഷൻ ചിലപ്പോൾ വേണ്ടി വരും. അപ്പൊ ചിലപ്പോ മെഡിസിൻസ് കഴിക്കേണ്ടതായിട്ട് വരും, അങ്ങനെ മെഡിക്കേഷൻസ് എടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ മെഡിസിൻസ് വേണ്ടി വരില്ല, ചില തെറാപ്പി സെഷനൊക്കെ വേണ്ടി വരുമായിരിക്കും. ആ ഒരു ആക്ടിവിറ്റീസിലൂടെ ചെയ്താൽ മതിയായിരിക്കും. അങ്ങനെ പല രീതിയിൽ അതൊരു പ്രൊഫഷണൽ, ആ ഒരു ഫീൽഡിൽ പ്രൊഫഷണൽ ആയ ആളുടെ അടുത്ത് പോയി നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ തന്നെ അത് ശരിയാക്കാവുന്നതേ ഉള്ളൂ. അത് പക്ഷെ ഒറ്റ തവണ കൊണ്ടൊന്നും ചിലപ്പോൾ മാറിയെന്ന് വരില്ല. അതാണ് പലപ്പോഴും ആളുകൾ ചെയ്യുന്നത്. ഒരു പ്രാവശ്യം പോവും, പിന്നെ പോവില്ല. അത് ചിലപ്പോൾ ഫോളോ അപ്സ്, പല സെഷൻസ് ഫോളോ അപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അതെല്ലാം അങ്ങനെ. ഇനി ഈ മെന്റൽ ഹൈജീന്റെ മെയിൻ ആയിട്ടുള്ള എയിംസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ് നോക്കാം. നമ്മളുടെ ഈ മെന്റൽ ഡിസോർഡേഴ്സ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ശരിക്കും ഒരു മെന്റലി ഹൈജീൻ ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് നല്ലതായിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത് അയാളുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഡെവലപ്മെന്റ് തന്നെയാണല്ലേ. ആ ഒരു നമുക്കൊരു ഫുൾഫിൽ ആയിട്ട് ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി, നമ്മുടെ ഒരു വ്യക്തിത്വം അത് വളരെ നല്ല ലെവലിൽ പോകണം. എന്നാൽ മാത്രമാണ് അയാളുടെ ലൈഫ് സക്സസ്ഫുൾ ആയി എന്ന് പറയാൻ പറ്റൂ. ഇപ്പം ലൈഫ് സക്സസ്ഫുൾ ആകുന്നത്, ക്വാളിറ്റി ഓഫ് ലൈഫ് അറ്റൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ലൈഫിലേക്ക് പോകുന്നതിന് മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അതിപ്പോ ഒരു വ്യക്തിയുടെ മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ വീട്ടില് നമ്മളുടെ മാത്രം മെന്റൽ ഹെൽത്ത് എന്നല്ല, ആ വീട്ടിലെ എല്ലാവരുടെയും നമ്മൾ ഏത് ഗ്രൂപ്പിലാണോ ആ ഒരു ഗ്രൂപ്പിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുടെ എല്ലാം മെന്റൽ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻസ് തന്നെയാണ്. അപ്പൊ നമ്മളൊരു കോഴ്സിന് പഠിക്കുന്നു, ക്ലാസ്സിൽ നമുക്ക് കുറെ പേര് നമ്മുടെ കൂടെയുണ്ട്. സോ അവരുടെ മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്റെ മാത്രം മാറിയാൽ പോരാ, എന്റെ മാത്രം ശരിയായാൽ പോരാ. അതാണ് നമ്മുടെ ഫ്രണ്ട്സിന് ഒരു ഇഷ്യൂ ഉണ്ടായെന്ന് കണ്ടു കഴിഞ്ഞാൽ വേഗം നമ്മൾ അവരുടെ അടുത്തെത്തും. എന്താണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു രീതിയിൽ അവരോട് അവരെ സപ്പോർട്ട് ചെയ്യും. വീട്ടിൽ തന്നെ നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ നൈബറിൽ ഉണ്ടല്ലോ, അങ്ങനെ ആർക്കെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ. പിന്നെ പൊതുവെ നമ്മൾ പാരന്റ്സ് ആയിരിക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടാവും, ഇപ്പൊ കുട്ടികളുടെ കൂടെ പഠിക്കുന്ന മറ്റു കുട്ടികളുണ്ടാവും, അവരുടെ പാരന്റ്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ആ പാരന്റ്സും തമ്മിൽ ഇതുപോലൊരു കണക്ഷൻ പലപ്പോഴും വരാറുണ്ട്. അപ്പം കുട്ടികൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ പോലെ വരികയാണെങ്കിൽ അവർ ഒരുമിച്ച് ചേർന്ന് അങ്ങനെ സോർട്ട് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഈ മെന്റൽ ഹെൽത്ത് ഏതൊരു
ഗ്രൂപ്പിലേക്ക് ചെന്നാലും അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാവർക്കും അതിനെ മറ്റുള്ളവരിങ്ങനെ വിഷമിച്ച് ജീവിക്കുന്നത് കാണാൻ നമ്മൾ ആരും ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് എല്ലാവർക്കും അവരൊക്കെ ഒരു സമാധാനം, അവരെല്ലാവരുടെയും വെൽഫെയർ. അതാണ് ക്രോവൻ ഗ്രൂ പറഞ്ഞത്. ഇറ്റ് പെർവേർട്സ് ഓൾ ഫീൽഡ്സ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ആളുകളിലേക്ക് അത് സ്പ്രെഡ് ചെയ്ത് പോകുന്നു, ഒരാളിൽ നിന്നല്ല. അപ്പൊ ഇപ്പൊ നമ്മളുടെ മുന്നിൽ ഒരാൾ ചിരിച്ച് സന്തോഷത്തോടെ വരുമ്പോഴേക്കും നമുക്കൊരു സമാധാനം. നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുമ്പോഴേക്കും ആ ഡോക്ടർ ഭയങ്കര പ്ലീസിങ് ആയിട്ട് നമ്മളോട് സംസാരിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പകുതി അസുഖം മാറി എന്നൊക്കെ പറയില്ല. ഇതാണ് ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ സ്കൂളുകളിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്തായിരിക്കും? അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു, ഞാൻ ഇവിടെ പറയുവാണ്. സ്കൂളുകളിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്തായിരിക്കും? മെന്റൽ ഹൈജീൻ സ്കൂളിൽ ആവശ്യമുണ്ടോ? എന്നു പറ്റി ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. റേഡിയോ ആവാൻ വലിയ താല്പര്യമില്ല. സ്കൂളിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഉണ്ട്. സ്കൂളിലെ കുട്ടികൾക്ക് എപ്പോഴും അത് അത്യാവശ്യം തന്നെയാണ്. അതെ അതെ. നമുക്ക് പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറത്താണ് അവരുടെ ഇഷ്യൂസ്. അവരൊക്കെ ഓരോരോ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ടെൻസ്ഡ് ആയി പോകും. ഇത്രയും പ്രശ്നങ്ങളുമായിട്ടാണോ ഈ കുഞ്ഞുങ്ങള് കഴിയുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. 6ാം ക്ലാസ്സുകാരൻ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത് കഥ പറഞ്ഞിട്ട് ഞാൻ ഞെട്ടിപ്പോകുമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്, അല്ലെ? കുഞ്ഞുങ്ങളുടെ മുഖം ഭയങ്കര നിഷ്കളങ്കരാണല്ലേ. അവരുടെ ഫേസ് ഇങ്ങനെ ഭയങ്കര ഡള്ളായിരിക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകും എന്തോ അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാകും. മറ്റേത് അവര് ശരിക്കും ഒരു പൂ പോലെ ഇരിക്കണം, നല്ല പ്രകാശം പോലെ ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്ന പോലെയാണ് കുഞ്ഞുങ്ങൾ ഇരിക്കേണ്ടത്. പക്ഷെ പല കുട്ടികളുടെയും ഇങ്ങനെ ഭയങ്കര വാടിത്തളർന്ന് സ്ലീപ്പി. അതിനും വേറൊരു കാര്യം കൂടി ഉണ്ട്, ഡിജിറ്റൽ വേൾഡിന്റെ ഇൻഫ്ലുവൻസ് അതും ഉണ്ടാകാം. ബട്ട് എന്നിരുന്നാലും ഡിജിറ്റൽ വേൾഡിലേക്ക് പോയാലും അതും അവരുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. ശ്രദ്ധിക്കണം, നമ്മൾ ഒബ്സർവ് ചെയ്യണം. കുട്ടികളെ പ്രഷറൈസ് ചെയ്ത് പറയിക്കുക എന്നുള്ളതല്ല, നമ്മൾ ഒബ്സർവ് ചെയ്യുക. നമുക്ക് എന്തോ ഒരു അത് ആ കുട്ടിയിൽ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുക, അവനെ കേൾക്കുക, അല്ലെങ്കിൽ അവളെ കേൾക്കുക, എന്താന്നുള്ളത് കേൾക്കുക. നമുക്ക് പലതും അവിടെ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ സ്കൂളിൽ ഇതിന്റെ നീഡ് വളരെ അത്യാവശ്യമാണ്. ഇത് പറഞ്ഞിരുന്നോ? നമ്മള് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നോ? എന്തുകൊണ്ടാണ് സ്കൂളിൽ കുട്ടികൾ പല കാര്യങ്ങളും അവരെ വല്ലാതെ വിഷമിപ്പിക്കുന്ന പല കാര്യങ്ങളും നടക്കുന്നു, അല്ലെ? പലപ്പോഴും പ്രഷറൈസ് ചെയ്യുന്നു പഠന കാര്യങ്ങളില്. പിന്നെ തോറ്റു പോകുമെന്നുള്ള പേടി, ടീച്ചേഴ്സ് പാർഷ്യലായിട്ട് പെരുമാറുന്നു, അൺഫ്രണ്ട്ലി ആയിട്ട് ടീച്ചേഴ്സ് പെരുമാറുന്നു, പിന്നെ എപ്പോഴും മാർക്കിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതർ ആക്ടിവിറ്റീസ്, അവർക്ക് താല്പര്യമുള്ള മറ്റ് ആക്ടിവിറ്റീസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. എക്സസ് ആയിട്ട് ഹോംവർക്ക് തന്നുവിടുന്നു, എടുത്താൽ പൊങ്ങാത്ത ഭാരം, ആ ഒരു രീതിയിലൊക്കെ ഇല്ല. അങ്ങനെ ഭയങ്കര കുറെ പ്രശ്നങ്ങൾ സ്കൂളിൽ നിന്ന് വരുന്നു, കുട്ടികൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചില കുട്ടികളെ ഓടിപ്പോവും ഇങ്ങനത്തെ ഒരു ഇത് വരുമ്പോഴേക്കും. അവിടെ നിന്ന് ഓടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. ചില കുട്ടികൾ സ്വന്തമായിട്ടൊരു ലോകം ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലങ്ങ് ആയിപ്പോകും, ഒരു ഫാന്റസിയിലായിരിക്കും. അതിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. അവരൊരു ഫാന്റസിയിലേക്ക് അങ്ങ് പോകും. പിന്നെ ചില കുട്ടികൾ ഇതിൽ നിന്നൊക്കെ ഒരു രക്ഷ നേടാനായിട്ട് അവര് ചൂസ് ചെയ്യുന്ന വഴികൾ ചിലപ്പോൾ റോങ് ആയിട്ടുള്ളതായിരിക്കും. അങ്ങനെ പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തില് അവരാകെ വല്ലാത്ത ബുദ്ധിമുട്ടിലേക്ക് പോകും. അപ്പൊ ശ്രദ്ധിക്കണം, ഒരു കുഞ്ഞ് നമ്മുടെ മുന്നിൽ വരുമ്പോൾ ശ്രദ്ധിക്കണം, അവന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റും. അതാണ് മറിയ മോണ്ടിസോറി, ഒരു മോണ്ടിസോറി ടീച്ചർ, അല്ലെങ്കിൽ മോണ്ടിസോറി ടീച്ചർ എന്ന് പറയാറില്ല, ഫെസിലിറ്റേറ്റർ എന്നാ പറയാറ്. മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് വേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ട് പറയുന്നതാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു കാര്യം അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ഒബ്സർവ് ചെയ്യണമെങ്കിൽ നമുക്ക് അതുപോലെ കോൺസെൻട്രേഷൻ, അറ്റൻഷൻ പവർ ഉണ്ടായിരിക്കാം, അല്ലെ? ആ ഒരു കോൺസെൻട്രേഷൻ നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മനസ്സിൽ വേറെ പലതും ചിന്തിച്ചു കൂട്ടി കൊണ്ട് ഒരു കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്കത് കിട്ടില്ല. അപ്പൊ അതുപോലെ വളരെ കോൺസെൻട്രേഷനോട് കൂടി കുഞ്ഞറിയാതെ കുഞ്ഞിനെ ഒബ്സർവ് ചെയ്യണം. അവനെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് അവന് ഫീൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവനെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കും. ഒരു കുട്ടിയെ അറിയാതെ വാച്ച് ചെയ്യാനായിട്ട്, ഒബ്സർവ് ചെയ്യാനായിട്ട് ഒരു ടീച്ചർക്ക്, ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് കഴിയണം. അവരുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വാളിറ്റിയാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ ഒബ്സർവേഷൻ, ഇപ്പൊ നമ്മൾ പറഞ്ഞു കോൺസെൻട്രേഷൻ വേണം, ആ ഒബ്സർവ് ചെയ്യാനായിട്ട് കോൺസെൻട്രേഷൻ വേണം. ഹൗ വി ക്യാൻ അച്ചീവ് ദിസ് കോൺസെൻട്രേഷൻ? നമ്മുടെ തലയ്ക്കകത്ത് പല കാര്യങ്ങളാണല്ലോ, വീട്ടിലെ കാര്യങ്ങള്, ഗ്യാസ് തീർന്നു പോയി, അങ്ങനെ പല പല കാര്യങ്ങളാണ്. EMI അടയ്ക്കണം, അങ്ങനെ പലതും വരും. കുഞ്ഞിന്റെ അസുഖം, വീട്ടിലെ മറ്റുള്ള പ്രശ്നം, ഇതൊക്കെയാണ്.
അതിന് വേണ്ടിയിട്ടാണ് എവ്രി ഡേ നമ്മൾ യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ അങ്ങനെ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത്. നമ്മൾക്ക് പക്ഷേ ക്ലാസ്സിൽ അതിനുള്ള ടൈം വളരെ പരിമിതമാണ് അല്ലെ, 1 മണിക്കൂർ കിട്ടുന്നുള്ളൂ ഒരു ദിവസം. അപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഒരു 10 to 15, 20 മിനിറ്റ്സ് ഒക്കെ നമ്മൾ കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മളുടെ ഇത് പോകും. പക്ഷെ എന്നിരുന്നാലും നമുക്ക് എന്തെങ്കിലും ഓർക്കൽ ഇൻ ബിറ്റ്വീൻ വൺസ് ഒക്കെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. ബാക്കി ടൈമിൽ നിങ്ങൾ വീട്ടിൽ അത് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ മ്യൂസിക് ഇട്ടിട്ട് സൈലന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോസ്റ്ററിൽ ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് കാമായിട്ടിരിക്കണം. ഇനി അതല്ല, മ്യൂസിക് വേണ്ട, ചുറ്റുമുള്ള നേച്ചറിന്റെ സൗണ്ട് മാത്രം എനിക്ക് കേട്ടാൽ മതി, അത് പിന്നെ അങ്ങനെ ഇരിക്കാം. അപ്പോൾ നമ്മളെല്ലാം ശ്രദ്ധിക്കും. പുറത്തോടെ ചെറുകുട്ടി പോകുന്ന ശബ്ദം കേൾക്കാൻ പറ്റും, എവിടെയെങ്കിലും ഒരു ഡോഗ് ബാർക്കിംഗ് കേൾക്കാൻ പറ്റും, പൂച്ചയുടെ കരച്ചില്, കിളികളുടെ ശബ്ദം, അങ്ങനെ ഇങ്ങനെയൊക്കെ പുറത്തു നിന്ന് വരുന്ന എല്ലാ ശബ്ദത്തിലും കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം. പിന്നെ നമ്മളുടെ ഓരോരുത്തരുടെ റിലീജിയസ് ബിലീഫ് അനുസരിച്ച് പ്രേയറിന്റെ രൂപത്തിലും നമുക്ക് ചെയ്യാം. ഓക്കെ, ആ പ്രേയർ ചെയ്യുന്ന സമയത്ത് 5 മിനിറ്റ്സ് നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോൺസെൻട്രേഷൻ, ഒരു പോയിന്റ് ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുവാണല്ലോ എല്ലാം, നമുക്ക് ആ ഒരു കോൺസെൻട്രേഷൻ, നമ്മുടെ ആ ഒരു അറ്റൻഷൻ പവർ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ശരിക്കും നമ്മുടെ കോഴ്സിന്റെ കൂടെ ഈ നമ്മളിപ്പോ സൈനിങ് തോട്ട് ഫോർ ദ ഡേ പ്രെയർ ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ യോഗ അല്ലെങ്കിൽ മീൻസ് മെഡിറ്റേഷൻ അങ്ങനെ എന്തെങ്കിലും ഫിസിക്കൽ എക്സസൈസും മെഡിറ്റേഷനും നമ്മൾ ചെയ്യേണ്ടതാണ്. 1 hour ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ റെസ്ട്രിക്ട് ചെയ്തത്. പക്ഷെ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ആർക്കെങ്കിലും ലീഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ യു ക്യാൻ ലീഡ് ദ ക്ലാസ് ത്രൂ എനി ഫോം ഓഫ് മെഡിറ്റേഷൻ. ഓക്കെ, റിലീജിയസ് ആകാതെ മീൻസ് ക്ലാസ് ചെയ്യുമ്പോൾ റിലീജിയസ് അല്ലാത്ത രീതിയിൽ ചെയ്യാനായിട്ട് നോക്കുക. തന്നെ ചെയ്യുമ്പോൾ ഇറ്റ്സ് നിങ്ങളുടെ ഇഷ്ടം, നോ പ്രോബ്ലം. പൂച്ചയുടെ കരച്ചിലൊക്കെ പറഞ്ഞപ്പോഴേക്കും ഓക്കെ. സോ ഇപ്പൊ സ്കൂളിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് ഇതാണ്. കാരണം കുട്ടികൾ കുറെ സഫർ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും പല രീതികളും ഒക്കെ ആയിട്ട് കുട്ടികൾ പലതും സഫർ ചെയ്യുന്നുണ്ട്. ഒരു സെക്കൻഡേ, എനിക്ക് ഓപ്പൺ കിച്ചൺ ആണേ, നേരെ അത് കിച്ചണിലേക്ക് ചാടി കയറും. മോളോടൊന്ന് പറയുമായിരുന്നു. ഓക്കെ, സോ സ്കൂളിന്റെ അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി സ്കൂളിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും കുട്ടികൾക്ക്? ഇതുപോലെ തന്നെ സ്കൂളിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടല്ലേ, യോഗ, ഡാൻസ്, മ്യൂസിക് എന്നൊക്കെ പറഞ്ഞിട്ട് പലതും ഉണ്ട്. കുറെയൊക്കെ അവര് ആ കരിക്കുലം, അതായത് അവരുടെ പഠന കാര്യങ്ങളിൽ നിന്ന് മാറി 1 മണിക്കൂർ അല്ലെങ്കിൽ കുറച്ചു നേരം അവർ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുമ്പോഴേക്കും അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. കുട്ടികൾക്ക് ചൂസ് ചെയ്യാം എക്സ്ട്രാ ആയിട്ട് എന്താ പഠിക്കേണ്ടതെന്നുള്ളത്, അവരുടെ താല്പര്യത്തിനനുസരിച്ച് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മെന്റൽ ഹൈജീൻ ആയിരുന്നു പറഞ്ഞു വന്നത്. അതൊരു സയൻസ് ആണ്, മെന്റൽ ഹെൽത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ്, മീൻസ് ആണ് എന്നെല്ലാം പറഞ്ഞ്. ഹ്യൂമൻ വെൽഫെയർ ആണ് അതിന്റെ ഉദ്ദേശം. അതെല്ലാം ഹ്യൂമൻ റിലേഷൻഷിപ്പിലേക്കും സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു എന്ന് പറഞ്ഞു. നെക്സ്റ്റ് മെന്റൽ ഹെൽത്ത് സയൻസ് ആണ്. ഇവിടെ തന്നെയാണ് തോന്നുന്നു മെന്റൽ ഹൈജീൻ വരുന്നത് അല്ലെ. ഓക്കെ, മെന്റൽ ഹൈജീൻ യൂസ് മാർഗമാക്കി കണ്ടുകൊണ്ട് നമുക്ക് മെന്റൽ ഹെൽത്ത് കിട്ടുക എന്നുള്ളത്. അതുപോലെ തന്നെ മെന്റൽ ഇൽ ഹെൽത്തിനെ പ്രിവെന്റ് ചെയ്യാൻ, നമ്മുടെ ആരോഗ്യം ഇല്ലാകുന്നത്, മോശമാകുന്നതിൽ നിന്ന് മെന്റൽ ഹെൽത്ത് മോശമാകുന്നത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതും ഉദ്ദേശമുണ്ട്. ബെറ്റർ മെന്റൽ ഹെൽത്ത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് മെന്റൽ ഹൈജീന്റെ ഒരു ഉദ്ദേശം. നമ്മൾ അഡാപ്റ്റേഷൻ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, പൊരുത്തപ്പെടുക എന്നുള്ളത്, സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുക. നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്, ഒരു കമ്മ്യൂണിറ്റിയിലാണ് ജീവിക്കുന്നത്. സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അത് ആരും നമ്മൾ നിർബന്ധിക്കുന്നൊന്നുമില്ല. ആളുകൾ പറയുന്നത് എന്താ, എനിക്ക് ഫ്രീഡം ഉണ്ട്, സോ ഐ ക്യാൻ ഡു എവറിത്തിങ് എന്നുള്ളതല്ല. എന്റെ ഫ്രീഡം മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കണം. അല്ലെ, ഒരാൾ ഉറക്ക പാട്ട് വയ്ക്കുന്നു, ഉറക്ക ഈ ബൈക്ക് വല്ലാത്ത ശബ്ദത്തിൽ ഓടിച്ചു പോകുന്നു, അതൊക്കെ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുവാണ് അല്ലെ. അപ്പൊ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള ഫ്രീഡം അല്ല, നമ്മൾ എൻജോയ് ചെയ്യുന്നു ഫ്രീഡം, അറ്റ് ദ സെയിം ടൈം ഇറ്റ് വോണ്ട് ഡിസ്റ്റർബ് അതേഴ്സ്. അതുപോലെ തന്നെയാണ് മെന്റൽ ഹെൽത്തും ഈ മെന്റൽ ഹൈജീനും വരുന്നത്. ഒരു സൊസൈറ്റിയുമായിട്ട് നമുക്ക് അഡാപ്റ്റഡ് ആകണം പലപ്പോഴും. അത് അഡാപ്റ്റഡ് ആകാനുള്ള ഒരു കഴിവ് മെന്റലി ഡിസോർഡർ ആയ പലർക്കും
സൊസൈറ്റിയുമായിട്ട് അഡാപ്റ്റഡ് ആകാൻ പറ്റില്ല. പല ടൈപ്പ് സൈക്കാട്രിക് ഡിസോർഡറുകൾ ഉണ്ടല്ലോ, സ്ക്രീസോഫീനിയ പോലുള്ളത്. സോഷ്യലൈസ് ചെയ്യില്ല ആളുകളുമായിട്ട്. അവർക്ക് ആളുകളെ കാണുമ്പോൾ സംശയമാണ്, പേടിയാണ്. അത് കാരണം അവർ ആളുകളുമായിട്ട് യാതൊരു കണക്ഷനും വെക്കില്ല. സ്ക്രിസോഫീനിയ അത് അവരുടെ ആ ഒരു അവസ്ഥയുടെ പ്രശ്നമാണ് കേട്ടോ. സ്ക്രിസോഫീനിയ വരുന്ന ആളുകൾ അങ്ങനെയാണ്. ആ ഒരു സൈക്കോട്ടിക് ഡിസോർഡർ വരുന്നവര് അവർ സോഷ്യലൈസ് ചെയ്യാൻ അവരൊട്ടും ഇഷ്ടപ്പെടില്ല. അവർക്ക് ഒരു വീടും ജനലും ഒക്കെ പൂട്ടി വെക്കും, ഇരിക്കും. അവര് ആര് വന്നാലും അവർ വാതിൽ തുറക്കില്ല. അങ്ങനെയൊക്കെയുള്ളവരെ മനസ്സിലായിട്ടുണ്ട്. അവരുടെ പ്രശ്നം ഇതാണ്. പക്ഷെ ഇവര് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആകും. അവരെ ഭയങ്കര വിശ്വാസമായിരിക്കും, അവരെന്ത് പറഞ്ഞാലും അനുസരിക്കും. അങ്ങനെ ഒരു ഇത് അവർക്കുണ്ട്. ഭയങ്കരമായിട്ട് ആ ഒരു വ്യക്തി ഡിപ്പെൻഡ് ചെയ്തു പോകും അവര്. ഇത് ഒരു കേസ് പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ നേരത്തെ ഒരിടത്ത് റെന്റിന് താമസിക്കുമായിരുന്നു. അപ്പം ഞാൻ താമസിക്കുന്ന വീടിന്റെ സെയിം കോമ്പൗണ്ടിൽ തന്നെ വേറൊരു വീടുണ്ട്. അവിടെ ഒരു ഫാമിലി കുറെ നാൾ അവിടെ ആരും താമസിക്കാനായിരുന്നു. ഒരു പഴയ വീടായിരുന്നു. അവിടെ ഒരു ഫാമിലി താമസിക്കാനായിട്ട് വന്നു. ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മയും 2 ആൺകുട്ടികളുമാണ്, ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ. അപ്പൊ ഈ കുട്ടികളുടെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുറത്തേക്കേ ഇറങ്ങില്ല. വാതിലും തുറക്കില്ല, ജനലും തുറക്കില്ല. രാത്രിയായാൽ ലൈറ്റ് വിടില്ല. എനിക്ക് അറിയില്ലായിരുന്നു ഇതെന്താ സംഭവം എന്ന് അറിയില്ലായിരുന്നു. അപ്പം ഇവരുടെ ഈ കുട്ടികളുടെ അമ്മൂമ്മ, അതായത് ഈ ലേഡിയുടെ അമ്മ ഇടയ്ക്ക് വരും. അമ്മയും അച്ഛനും ഇടയ്ക്ക് വരും, എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഞാൻ ചോദിക്കാനൊന്നും പോയില്ല, എന്തുകൊണ്ട് എങ്ങനെയൊന്നും ചോദിച്ചൊന്നുമില്ല. കാരണം അവർക്കത് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അവരായിട്ട് എന്നെ ഇങ്ങോട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പ്രായമായവരല്ലേ, അവരുടെ ഒരു അറിവിൽ നിന്നുകൊണ്ടാണ് അവർ പറയുന്നത്. അവർ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു. ഡിവോഴ്സിയാണ്. അപ്പോൾ പക്ഷെ ഹസ്ബൻഡ് ഉപദ്രവിക്കാൻ വരുമെന്ന് പേടിയുണ്ട്, കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നുള്ള പേടി, അങ്ങനെയൊക്കെയുള്ള പേടിയാണ് ഇവർക്കുള്ളത്. കുഞ്ഞുങ്ങളെ വിടാൻ ചിലപ്പോൾ സ്കൂളിൽ വിടില്ല, വീട്ടിൽ പിടിച്ചിരുത്തും. സ്കൂളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ആരെങ്കിലും സൈക്കിളിലാണ് പോകുന്നത്, ആക്സിഡന്റ് സംഭവിക്കോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഭയങ്കര ഒരു പ്രശ്നങ്ങളൊക്കെ. അങ്ങനെ കുളിക്കില്ല. അവർക്ക് ഹൈജീൻ പ്രശ്നമുണ്ട്. ഇങ്ങനെ വരുന്നവർക്ക് കുളിക്കില്ല, ഡ്രസ്സ് മാറില്ല, ഭയങ്കര ഷാബി ആയിട്ടൊക്കെ നടക്കുള്ളൂ. അങ്ങനെയൊക്കെയുണ്ട്. ചില ദിവസം പെട്ടെന്ന് കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോകുന്നത് കാണാം. അപ്പൊ ഞാനിങ്ങനെ ചെന്ന് നിന്നിങ്ങനെ വർത്താനം പറയും. അപ്പൊ സംസാരിക്കാൻ വരുമ്പോഴേക്കും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെ പതുക്കെ എന്നോട് സംസാരിക്കാൻ തുടങ്ങി കേട്ടോ. സംസാരിക്കാൻ വരുമ്പോ കക്ഷി ഇങ്ങനെ വാ പൊത്തിപ്പിടിക്കും. പിന്നെ ജനലിന്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കും. ചിലപ്പോ ശബ്ദം മാത്രമേ പുറത്തേക്ക് വരുള്ളൂ, ആളും വരില്ല. വാതിലിന്റെ മറവിൽ നിൽക്കും. നമ്മളത് നോർമലായിട്ട് വിചാരിച്ച് അതിനോട് ഞാനിങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കും. ഒന്നും ചോദിക്കൊന്നുമില്ല. ഞാനിങ്ങനെ നാട്ടിലെ കാര്യങ്ങളും അമ്പലത്തിന്റെ കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെ കുറെ ചോദിക്കും. കുട്ടികളുടെ പഠിത്തം അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ പറയും. പറയും. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വീട് വെച്ച് ഷിഫ്റ്റ് ചെയ്ത് പോന്നു, അവിടെ നിന്ന് പോന്നു. ഞാൻ പോന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ കുട്ടി എന്ത് ചെയ്താലും അവിടെ താമസിക്കില്ല. അവര് വാടകയ്ക്ക് താമസിക്കുവാണല്ലോ. അത് ഞാൻ ഇനി ഇവിടെ താമസിക്കില്ല, ആ ചേച്ചി പോയി, ഞാൻ ഇനി താമസിക്കില്ല, ഇനി വരാൻ പോകുന്നവർ എന്നെ ഉപദ്രവിക്കും, അങ്ങനെ ഒരു തോട്ടായിരുന്നു ആ കുട്ടിക്ക്. അങ്ങനെ അപ്പൊ അത് ട്രീറ്റ്മെന്റിലാണത്. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു സൈക്കോതെറാപ്പിസ്റ്റ് ഉണ്ട്, അതിനെ സജസ്റ്റ് ചെയ്ത് കൊടുത്തപ്പോഴേക്കും പോവാന്നൊക്കെ പറഞ്ഞതായി. പക്ഷെ സമയമായപ്പോ ആള് പോകുന്നില്ല. ഞാൻ ഇവിടെയാണ്. അപ്പൊ ഇതിന്റെ അമ്മ എന്നെ വിളിച്ചു, പോകുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഫോൺ വാങ്ങുന്നില്ല. സ്പീക്കർ ഫോൺ ഇട്ടിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, നമുക്ക് പോവണ്ടേ, കുട്ടികളുടെ പഠിത്തമൊക്കെ നോക്കണ്ടേ എന്ന് പറഞ്ഞപ്പോ മാത്രം, ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രം ആ എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പോയി. അപ്പൊ ആ കുട്ടി എന്നോട് പറഞ്ഞു, സിവിയർ കേസാണ്, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, കുറച്ച് മെഡിസിൻസ് ഒക്കെ കൊടുക്കാവുന്നേ ഉള്ളൂ, ആദ്യമേ തുടങ്ങി ട്രീറ്റ് ചെയ്യണമായിരുന്നു. ആദ്യമേ തുടക്കത്തിൽ തുടങ്ങി ട്രീറ്റ് ചെയ്തിരുന്നെങ്കിൽ നല്ല വ്യത്യാസം വന്നേനെ, അവര് ബാക്ക് ടു നോർമൽ ലൈഫ് കുറെയൊക്കെ ആയേനെ. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പൊ അതാണ് പറയുന്നത്, നമ്മൾക്ക് പെട്ടെന്ന് ഒരാളെ മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് ഇന്റർവെൻഷൻ, ചിലയിടങ്ങളിൽ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും കേട്ടോ. കാരണം ആളുകളെ ആക്സെപ്റ്റ് ചെയ്തൊന്നും വരില്ലല്ലോ, നമുക്ക് ചെയ്യാൻ. പക്ഷെ ഒരു ടീച്ചർ ആയി കഴിയുമ്പോൾ നമ്മളൊരു കുഞ്ഞിനെ കുറിച്ച് പറയുമ്പോൾ വെച്ചൊക്കെ പാരന്റ്സ് ശ്രദ്ധിക്കും. പാരന്റ്സിനും ആ ഒരു ഫീല്, യെസ് എന്തുകൊണ്ട് എന്ന് തോന്നുവാണെങ്കിൽ കുട്ടിയുടെ ഇതിന്, അപ്പൊ നമുക്ക് അവിടെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് സ്കൂളില് ഈ മെന്റൽ ഹെൽത്തും മെന്റൽ ഹൈജീന്റെയും ഇമ്പോർട്ടൻസ്, ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് യൂണിറ്റ് പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു, ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ഹെൽത്തി പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി ഹെൽത്തി മാത്രമല്ല. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നുണ്ട്, ഹെൽത്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്,
ആൻഡ് സോഷ്യൽ ഹെൽത്ത് ആണ്. ഇത് മൂന്നിന്റെയും കൂടെ ബാലൻസ്, ഇത് മൂന്നും കൂടെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റണം. അതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഹെൽത്ത് ട്രയാങ്കിൾ എന്നാണ് അവരതിന് ഒരു പേരിട്ടത്. അതായത് ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 സൈഡ്. ആ ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡാണ് ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, സോഷ്യൽ ഹെൽത്ത്. ഒരു വ്യക്തി ഹെൽത്തി എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും സാറ്റിസ്ഫൈ ചെയ്യണം. ഫിസിക്കലി അയാൾ സൗണ്ട് ആയിരിക്കണം, നല്ല ഹെൽത്ത് ഉണ്ടാവണം, മെന്റലി നല്ല ഹെൽത്ത് ആയിരിക്കണം, സോഷ്യലൈസ് ചെയ്യുന്ന ഒരാളായിരിക്കണം, സൊസൈറ്റിക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം, സൊസൈറ്റിയുമായി അഡാപ്റ്റഡ് ആയി പോകാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കണം. ഓക്കെ ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നിങ്ങൾ റീഡ് ചെയ്യുക. ഈ 2 പാരഗ്രാഫ് ആർക്കെങ്കിലും ഒന്ന് റീഡ് ചെയ്യാൻ പറ്റും? യെസ് പ്ലീസ്. യെസ്, ആരാ വായിക്കാനുള്ളത്? 2 പാരഗ്രാഫ്, 2 പാരഗ്രാഫ്സ്. എല്ലാരും ഉറങ്ങിപ്പോയോ? അല്ല മിസ്. പ്ലീസ്. മെന്റൽ ഹെൽത്ത്. യെസ്. A healthy individual is not only physically healthy, but is also mentally healthy. The modern concept of health extends beyond the proper functioning of the body. It included a sound, efficient mind and controlled feelings. Health is a state of being sound or whole in body and mind. It means that both body integrated psychomatic units whose behavior is resolved by the both physical and mental factors that contribute to the maintenance of physical health as well as social effectiveness. അത് ഒരു പാരഗ്രാഫ് കഴിഞ്ഞു. അടുത്തത് വായിച്ചോട്ടെ. വായിക്കൂ. From this, one can conclude that mental health has 2 important phases. It is both individual and social. The individual has to be internally adjusted. He is self-confident, sufficient, and free from internal conflicts and tensions or errors. He is skillful enough to be able to adapt to new situations, but he achieves this internal adjustment in a social setup. It is within this social framework that the internal adjustment has to be built up. Only then the individual becomes a person who is acceptable as a member of the society. Other definitions of mental health refer to such abilities as of making decisions, of assuming responsibilities in accordance with one's quality, of finding satisfaction, success and happiness in achievement of everyday tasks, of living effectively with others and showing society considerable behavior. അച്ഛനായിട്ട് മിസ്സേ. മതി പറയാം. താങ്ക് യു മിസ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഹെൽത്ത് എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങൾ മീറ്റ് ചെയ്യണം. ഫിസിക്കലി മാത്രം ഭക്ഷണം കഴിച്ചുള്ള ആരോഗ്യം മാത്രമല്ല നമ്മൾ പറഞ്ഞു, മെന്റലി സോഷ്യലി ആയിരിക്കണം. ഓക്കെ, അവിടെ ഒരു സെന്റൻസിൽ ഒരു വ്യത്യാസം ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ. ഇറ്റ് മീൻസ് ദാറ്റ് അതായത് 1, 2, 3, 4 4th ലൈനില്ലേ, ഇപ്പൊ വായിച്ച ഫസ്റ്റ് പാരഗ്രാഫിൽ 4th ലൈനിൽ ഇറ്റ് മീൻസ് ദാറ്റ് ബോത്ത് ബോഡി ആൻഡ് മൈൻഡ് എന്നും കൂടെ ചേർക്കാം കേട്ടോ. ബോത്ത് ബോഡിന്നേ ഉള്ളൂ, ആൻഡ് മൈൻഡ് എന്നും കൂടെ ചേർക്കാം. ഓക്കെ, ഹെൽത്ത് എന്ന് പറയുന്നത് ബീയിങ് സൗണ്ട് ഓർ ഹോൾ ഇൻ ബോഡി ആൻഡ് മൈൻഡ്. രണ്ടും, ശരീരവും മനസ്സും ഒരുപോലെ തന്നെ നല്ല ആരോഗ്യമായി മാറുക. പിന്നെ സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള പേഴ്സൺ അല്ലെ, നമുക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാത്തൊരു വ്യക്തിയിൽ നിന്ന് നമ്മൾ അകന്ന് നിൽക്കും അല്ലെ, അയാളുമായിട്ട് ശരിയാവില്ല, ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാത്ത, നമ്മൾ ആ വാക്കിൽ ഉപയോഗിക്കുന്നത് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യില്ല, കോംപ്രമൈസിന് തയ്യാറാവില്ല, ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യില്ല എന്ന് പറയില്ല. അതാണ് സോഷ്യലി ആക്സെപ്റ്റബിൾ ആകുക എന്നുള്ളത്. അത് ഒരു
നമ്മൾ ചെയ്യേണ്ട ഒരു കടമ തന്നെയാണ്. ഓക്കെ, സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവ് ആകുക, സൊസൈറ്റിക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറും. ഈ ഇന്റഗ്രേറ്റഡ് സൈക്കോസൊമാറ്റിക് യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻസ് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്ട്രെസ് നിറയും അല്ലെ, ഒരു ഇന്റേണൽ കോൺഫ്ലിക്ട്സ്, നമുക്ക് ആകെ ഭയങ്കര ഒരു കൺഫ്യൂഷൻ, ഒരു സ്ട്രെസ്, ഡൗട്ട്ഫുൾ, എന്താ ചെയ്യേണ്ടേ, അങ്ങനെ ഭയങ്കര ഒരു നമ്മുടെ ഉള്ളിൽ തന്നെ ആരോ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്ന പോലെ നമുക്ക് തോന്നും. അതിനാണ് ഈ പറയുന്ന ഇന്റഗ്രേറ്റഡ് സൈക്കോസൊമാറ്റിക് യൂണിറ്റ്സ്. അപ്പൊ നമ്മുടെ ഒരു ആ സമയത്ത് നമ്മുടെ ഒരു ബിഹേവിയർ വ്യത്യാസമായിരിക്കും, നമ്മൾ സാധാരണയിൽ നിന്നും ഭയങ്കര വ്യത്യാസമായിട്ട് പെരുമാറുന്നുണ്ടാവും. അതാണ് പലപ്പോഴും ഈ എന്തെങ്കിലും ഒരു ക്രൈം നടക്കുമ്പോൾ, ക്രൈം സ്പോട്ടിൽ വരുമ്പോൾ അവിടെ നിൽക്കുന്ന ചില ആളുകളുടെ പെരുമാറ്റം സംശയം ഉണ്ടാക്കി എന്നും പറഞ്ഞ് പോലീസുകാരുടെ ഒരു ഒബ്സർവേഷൻ ഉണ്ടല്ലോ, പോലീസുകാരൻ അങ്ങനെ പറഞ്ഞ അവരെ കൂടുതലായിട്ട് ചോദ്യം ചെയ്ത് അങ്ങനെ അവസാനം ഒരു ക്രൈം ചെയ്ത ആളെ കണ്ടെത്തുന്ന അവരുടെ കുറച്ച് ടാക്ടിക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളുടെ അതാണ് ഇപ്പം ഒരു മൈൻഡിൽ കുറെ ഡിസ്റ്റർബൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ബിഹേവിയറിൽ അത് റിഫ്ലക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ഈ പ്രശ്നങ്ങള് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റണം. നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ വരുമ്പോൾ, ഒരു സ്ട്രെസ് വരുമ്പോൾ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മെന്റൽ ഹെൽത്തിന്റെ ഒരു പവർ എന്ന് പറയുന്നത്. മെന്റൽ ഹെൽത്ത് വളരെ ലോ ആയ ഒരാൾക്ക് അതൊരു പക്ഷെ മാനേജ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ നല്ല മെന്റൽ ഹെൽത്ത് ഒരാള് എന്നും നമുക്ക് സന്തോഷമൊന്നും അല്ല അല്ലെ, എപ്പോഴും ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, ഉയർച്ച താഴ്ചകളുണ്ട്, സങ്കടങ്ങൾ ഉണ്ടാവാറുണ്ട്, നമുക്ക് ഫെയിലിയർ ഉണ്ടാവാറുണ്ട്, നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട്. പക്ഷെ നമ്മൾ അതിനെയൊക്കെ മാനേജ് ചെയ്യുന്നു, അതാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഒരു മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ അതെല്ലാം മാനേജ് ചെയ്ത് പോകും. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞത്. മെന്റൽ ഹെൽത്തിന് 2 ഇമ്പോർട്ടന്റ് ഫേസസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ. നമ്മൾ ഹെൽത്തിനെ കണക്ട് ചെയ്തു, ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ. മെന്റൽ ഹെൽത്തിന് 2 ഇമ്പോർട്ടന്റ് ഫേസസ് ഉണ്ട്. ഒന്ന് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ. നമുക്കറിയാം നമ്മളെന്ന വ്യക്തിയുടെ മെന്റൽ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണ്. അതേസമയം നമ്മൾ കണക്റ്റഡ് ആകുന്ന ഹ്യൂമൻ, അവരും നമ്മളൊരു സൊസൈറ്റിയിലെ ഒരു കമ്മ്യൂണിറ്റിയിലാണ് ജീവിക്കുന്നത്, അവരുടെയും ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഒരു ഫാമിലിയിലാണ്, ഒരു സൊസൈറ്റിയിലാണ്, ഒരു കമ്മ്യൂണിറ്റിയിലാണ്. അപ്പൊ നമ്മൾക്ക് ചുറ്റും വരുന്ന ഗ്രൂപ്പിന്റെയും മെന്റൽ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണ്. ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ ആണ്, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് സൊസൈറ്റിക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരാളായി മാറാനായിട്ട്. നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു സ്ട്രെസ് വന്നാൽ അതിനെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ആ രീതിയിൽ നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ചില ആളുകളെ കാണാറില്ലേ, ഭയങ്കര കോൺഫിഡൻസ്, അറിയില്ല നമുക്കത് സോൾവ് ചെയ്യാം, അങ്ങനെ വളരെ കൂളായിട്ട് പറഞ്ഞ് അവരതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതും നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ഒരു സോഷ്യൽ സെറ്റപ്പിലേക്ക് വരുമ്പോഴും നമ്മൾക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ഒരു സോഷ്യൽ സെറ്റപ്പിൽ വരുമ്പോൾ ഇന്റേണലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് സോഷ്യലി അഡ്ജസ്റ്റബിൾ ആകാനും പറ്റുള്ളൂ. ഓക്കെ, നമ്മളൊരു നമ്മുടെ വീട്ടിലല്ലാതെ വേറൊരു സ്ഥലത്ത് നമുക്കൊരു രാത്രി തങ്ങേണ്ടതായിട്ട് വരുന്നു. നമ്മുടെ വീട്ടിലുള്ളതിനേക്കാളും സൗകര്യങ്ങൾ തീരെ കുറവ്. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു. അത് നമ്മളുടെ ഒരു ഇന്റേണൽ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് വരും. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുവാണ്, ആ ഒരു സാഹചര്യവുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. നമ്മുടെ മുന്നിൽ നിന്നുകൊണ്ട് ഒരാൾ ഷൗട്ട് ചെയ്യുന്നു ഭയങ്കരമായിട്ട്, നമ്മൾ വളരെ കാമായിട്ട് നിൽക്കും. കാരണം തിരിച്ച് ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ റിസൾട്ട് ഒന്നും ഉണ്ടാവാൻ വഴിയില്ല, ബുദ്ധിമുട്ടല്ലാതെ. അപ്പൊ നമ്മൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യുക. അയാളൊന്ന് തണുത്ത് കഴിയുമ്പോൾ മേ ബി അയാൾ തന്നെ വന്നിട്ട് സോറി പറയും, അല്ലെങ്കിൽ നമുക്ക് പോയി സംസാരിക്കാം. ഇങ്ങനെയാണ് ആൾ ക്ലിയർ ചെയ്ത് കൊടുക്കാം കാര്യങ്ങൾ. ഓക്കെ, ഡിപ്പെൻഡ്സ് പേഴ്സൺ ടു പേഴ്സൺ. ഓക്കെ, കുട്ടികളെ വഴക്ക് പറയുമ്പോൾ കണ്ടിട്ടില്ലേ, അവരിങ്ങനെ ഞെട്ടി ഇങ്ങനെ നിൽക്കും കുറേ നേരം. എന്തിനാ വഴക്ക് പറയുന്നത് പോലും മനസ്സിലാകാതെ കുഞ്ഞുങ്ങള് പാവം നമ്മളെ തന്നെ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കണതാണ് അല്ലെ. നമുക്ക് തന്നെ അറിയില്ല, നമുക്കുണ്ടായ ഒരു സ്ട്രെസ് ആയിരിക്കും അതുങ്ങളുടെ തലയിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്നത്. അപ്പൊ അതെപ്പോഴും ശ്രദ്ധിക്കുക. അവർക്ക് പറഞ്ഞ ആൾക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോ തീർന്നു, പക്ഷെ കേട്ട ആൾക്ക് അത് തീരില്ലല്ലോ, അയാളുടെ മനസ്സിൽ തന്നെ ഉണ്ടാവില്ലേ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ ആ ഒരു ഇന്റേണൽ അഡ്ജസ്റ്റ്മെന്റ് അത് മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റും. പറഞ്ഞത് അതാണ് പലപ്പോഴും സംഭവിക്കുന്നതാണ്. ഒരാളെ വഴക്ക് പറയുന്നു, ഷൗട്ട് ചെയ്യുന്നു, അയാൾക്ക് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞു. നമുക്ക് ഒരു 2 പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് സമാധാനമായി നമ്മൾ വിചാരിക്കും. ബട്ട് അതവിടെ തീർന്നില്ലല്ലോ.
കേട്ട ആൾക്ക് അവിടെ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞിട്ട് അയാൾക്കത് മാറിയിട്ടില്ല. അതാണ് ഇന്റേണൽ അഡ്ജസ്റ്റ്മെന്റ് ഇൻഡിവിജ്വൽ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോഴാണ് അയാൾക്ക് സോഷ്യലി വരുന്ന സിറ്റുവേഷനിലും അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മെമ്പറാണ് ആ ഒരു പേഴ്സൺ. പിന്നെ മെന്റൽ ഹെൽത്തിന്റെ വേറൊരു കാര്യം. ഇപ്പൊ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സോഷ്യലി അഡ്ജസ്റ്റബിൾ ആകണം, ഇൻഡിവിജ്വലി നമ്മൾ അഡ്ജസ്റ്റഡ് ആകണം, നമുക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം അല്ലെ, പ്രോബ്ലംസ് വരുമ്പോൾ സോൾവ് ചെയ്യാനായിട്ട് പറ്റണം. വേറെ അതർ കാര്യങ്ങൾ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് വരുന്നത് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റണം അല്ലെ. പലപ്പോഴും ക്വസ്റ്റ്യൻ മാർക്ക് പോലെ നമ്മുടെ മുന്നിൽ നിൽക്കും, ഞാൻ എന്താ ചെയ്യണ്ടേ, ഞാൻ ഇങ്ങനെ ചെയ്താൽ ശരിയാവൂ, ഞാൻ അങ്ങനെ പോയാൽ ശരിയാവൂ, അതൊക്കെ ഭയങ്കര ഇതും ഒരു കോൺഫ്ലിക്ട്സ് ആണല്ലേ. നമുക്ക് അതിനൊരു തീരുമാനം എടുക്കാനായിട്ട് പറ്റും. ഒരു സുഹൃത്ത് നമ്മളെ എപ്പോഴും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയോ, നമ്മൾ വിചാരിക്കും സുഹൃത്തല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ബട്ട് മനസ്സിലായി ഇനി ഇത് ശരിയാവില്ല എന്ന് മനസ്സിലായി, ലീവ് ഇറ്റ്. ആ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നമുക്ക് പറ്റണം അല്ലെ. എനിക്കത് വേണ്ട, അതൊരു ടോക്സിക് റിലേഷൻ ആണ്. കാരണം അത് നമ്മൾ ആലോചിക്കുക, ബുക്ക് എടുക്കുക, ബുക്കിന്റെ ലെഫ്റ്റ് റൈറ്റ് സൈഡ് എടുക്കുക. റൈറ്റ് സൈഡിൽ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയാൽ എനിക്ക് കിട്ടുന്ന പോസിറ്റീവ്സ് റൈറ്റ് സൈഡിൽ എഴുതുക. ആ ബന്ധം നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന പോസിറ്റീവ്സ് ലെഫ്റ്റ് സൈഡിൽ എഴുതുക. അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെയാന്ന് വെച്ച് എഴുതുക. വായിച്ചു നോക്കുക. നമുക്ക് നിർത്തിയാൽ കിട്ടുന്ന പോസിറ്റീവാണ് കൂടുതലെങ്കിൽ വെറുതെ എന്തിനാ ഹെഡേക്ക് തലയിലെടുത്ത് വെക്കുന്നത്. ആ പേപ്പർ നമുക്ക് ആവശ്യമില്ലാത്ത പേപ്പർ ഭാഗം കീറിക്കളയോ കത്തിച്ച് കളയോ വെള്ളത്തിൽ നനച്ച് കളയോ പിന്നീട് അത് റിട്രീവ് ചെയ്യാത്ത രീതിയിൽ അതിനെ അങ്ങ് നശിപ്പിച്ച് കളയും. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് തന്നെ ചില റെമഡീസ് ഒക്കെ നമുക്കൊരു മെത്തേഡ്സ് ഒക്കെ നമുക്ക് തന്നെ ചെയ്തു നോക്കാം. ചിലപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കും. ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷെ ഭയങ്കര സ്ട്രെസ്സാണ്, പേയ്മെന്റ് ഉണ്ട്, പക്ഷെ സ്ട്രെസ്, വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, സ്വന്തം ആരോഗ്യം ഇഷ്യൂ, ഞാൻ ഈ ജോലി റിസൈൻ ചെയ്താലോ, പക്ഷെ മനസ്സിലിങ്ങനെ വേണം വേണ്ട എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും കേട്ടോ, കോൺഫ്ലിക്ട്സ്. എന്ത് ചെയ്യും? എഴുതുക. ജോലി കണ്ടിന്യൂ ചെയ്താൽ എന്തൊക്കെയാണ് എനിക്ക് കിട്ടുന്ന പ്ലസ് ആൻഡ് മൈനസ്, ജോലി നിർത്തി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന പ്ലസ് ആൻഡ് മൈനസ് എന്റെ കൂടെ കമ്പയർ ചെയ്ത് നോക്കുക. നിർത്തിയാലാണ് സമാധാനം കൂടുതൽ, എനിക്ക് വേറെ ജോലിക്ക് പോയാൽ വേറെ ജോലി സമാധാനമായിട്ടുള്ള ജോലി കിട്ടും, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് എനിക്ക് ജോലി ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കിയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക, ഏത് ചെയ്താലാണ് എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ ഞാൻ ആകുന്നത്. ഈ ജോലി കണ്ടിന്യൂ ചെയ്താൽ എന്റെ ആരോഗ്യം നശിച്ചു പോകും, എന്റെ ബന്ധങ്ങൾ ഇല്ലാണ്ടാവും എന്നൊക്കെയാണെങ്കിൽ പിന്നെ ജോലി നമ്മൾ റിസൈൻ ചെയ്യാന്നുള്ളത് മാത്രം. ജോലി റിസൈൻ ചെയ്താൽ എന്റെ ബാങ്ക് ലോൺ, EMI, എല്ലാം കഷ്ടത്തിലാവും, ഞാൻ ചെയ്യേണ്ട വീടിന്റെ വാടക, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും നമുക്ക് അവിടെ ഉണ്ടാവും. അതിന് പരിഹാരമുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പൊ ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് നല്ല മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്കേ പറ്റുള്ളൂ, അല്ലാത്തവര് കൺഫ്യൂസ്ഡ് ആയിട്ട് അങ്ങനെ ഇരിക്കും. ഓക്കെ, നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് മെന്റൽ ഹെൽത്തിന്റെ കാര്യം. ഹാപ്പിനെസ് അച്ചീവ് ചെയ്യുക അല്ലെ, ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, സന്തോഷം, സമാധാനം. ഓക്കെ, കുറെ ഭയങ്കര റിച്ച് ആണ്, പക്ഷെ ഒരു സന്തോഷവും ഇല്ല, സമാധാനവും ഇല്ല. ഈ സംഭവം നമുക്ക് കാശ് കൊടുത്താൽ കിട്ടൂല്ല അല്ലെ. അത് നമ്മുടെ മെന്റൽ ഹെൽത്ത് നല്ലതാണെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ വെൽഫെയർ, സുഖം, സന്തോഷം, സമാധാനം അത് നമുക്കും ഉണ്ടാവുള്ളൂ, നമ്മുടെ ചുറ്റുമുള്ളവർക്കും ഉണ്ടാവുള്ളൂ. ഫിനാൻഷ്യൽ ഇഷ്യൂസ് നമ്മുടെ സന്തോഷം, സമാധാനം തീർക്കുന്നത് തന്നെയാണ്. ബട്ട് വി ഹാവ് ഓപ്ഷൻസ് ടു കോപ്പിറ്റ്. അതിനെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് നോക്കിക്കൂടെ. അതാണ് നമ്മുടെ പ്രോബ്ലം സോൾവിങ്, പ്രോബ്ലം അനാലിസിസ്, ഡിസിഷൻ മേക്കിംഗ്, ഇതെല്ലാം നമ്മളുടെ മെന്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മളുടെ ഒരു കൺസിഡറബിൾ ബിഹേവിയർ ആയി നമ്മൾ പോകുമ്പോൾ ആളുകളുടെ ഭയങ്കര ഒരു ഭയഭക്തി ബഹുമാനം അത് കാണിച്ചില്ലെങ്കിലും സൊസൈറ്റിക്ക് ആക്സെപ്റ്റബിൾ ആണ്. ആർക്കും ഒരു ശല്യമില്ലാത്ത മനുഷ്യനാണ് കേട്ടോ, അതും സൊസൈറ്റിക്ക് ആക്സെപ്റ്റബിൾ തന്നെയല്ലേ, ഒരു ശല്യം ഉണ്ടാക്കാറില്ല. ചില ആളുകള് പകലൊക്കെ നല്ലതായിട്ടൊരു വൈകുന്നേരം ആകുമ്പോഴേക്കും മദ്യപിച്ച് ഭയങ്കര വഴക്കും ബഹളവും ഉണ്ടാക്കുന്നു, അടുത്ത വീട്ടുകാർക്ക് പ്രശ്നം, നാട്ടുകാർക്ക് പ്രശ്നം അല്ലെ, സൊസൈറ്റിക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള വ്യക്തിയല്ല. ഓക്കെ, അപ്പൊ സൊസൈറ്റിക്ക് കൺസിഡറബിൾ ആയിട്ടുള്ള ബിഹേവിയർ അതും മെന്റൽ ഹെൽത്തിന്റെ ഒരു ഫാക്ടർ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് പേജ് നമുക്കിത് ഫിനിഷ് ചെയ്യാം. 5 minutes കൂടെ എടുത്ത് കഴിഞ്ഞാൽ തീരാവുന്നേ ഉള്ളൂ.
Okay, miss. വായിച്ചു. ആരാന്ന് ചോദിച്ചു പ്ലീസ്. റീഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിച്ചോളൂ. ഞാൻ തന്നെ വായിക്കാം. വായിക്കണോ മിസ്സേ? വായിക്കാം. റാണി മാത്രമേ ഉള്ളൂ വായിക്കാൻ. വായിക്കൂ പ്ലീസ്. വേറെ ആരും മുന്നോട്ട് വരികയാണ്. Instruction involves the social situation of a classroom in which the teacher occupies the leader's positions. Occupies nalla misse. The leader's positions. A role is thus wanted from the teacher which requires certain personality traits. It is well known that accomplishment is influenced by personality factors of a physically, socially, mentally, and emotionally healthy, productive individual. അടുത്തത് വായിക്കണോ? The importance of വായിച്ചോ. the important professional traits of a mentally healthy teacher are the following. Good knowledge of subject matter in which he has specially. Capacity and willingness to teach effectively and mastery of communication skills. Ability and desire to improve professional skill and achieve capacity through the study of professional books and magazines. Capacity to work together, to share experience with other staff members. Capacity to assume an attitude of individual responsibility and cooperative functioning. Acceptance and understanding of children. Realistic attention of the social expectations and an understanding of his social role. Respect for identity and one's profession. യെസ്. അപ്പൊ നമ്മൾ മെന്റൽ ഹൈജീനിനെ കുറിച്ച് പറഞ്ഞു. നമ്മളതിനെ കൺക്ലൂഡ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മൾ പഠിക്കുന്നത് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മെന്റലി ഹെൽത്തി ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും. നമ്മളുടെ കുട്ടികളെ നമ്മൾ സ്കൂളിൽ വിടുന്നുണ്ട്, ആ ടീച്ചർ എങ്ങനെയാണ് എന്ന് നമ്മൾ അറിയാൻ ഒരു താല്പര്യം എടുക്കാറില്ലേ? അത് ടീച്ചർ കുട്ടികളോട് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എല്ലാം നമ്മൾ നോക്കും. പഠിപ്പിക്കുന്നത് മാത്രമല്ല, കുഞ്ഞുങ്ങളോട് എങ്ങനെ പെരുമാറും, സ്നേഹത്തോടെയാണോ, അതൊക്കെ നമ്മൾ കെയർ ചെയ്യുന്ന കാര്യമാണ്. സോ നമ്മൾ നാളെ അതാവാൻ പോവുകയാണെങ്കിൽ നിങ്ങളിൽ പലരും ആയിരിക്കും. അങ്ങനെ ഒരു മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ടീച്ചർ എങ്ങനെയായിരിക്കണം എന്നുള്ളത് പറഞ്ഞു. പലപ്പോഴും ആളുകളിൽ പല പേഴ്സണാലിറ്റി ട്രേറ്റ്സ് വരാറുണ്ട് അല്ലെ, സ്വഭാവ സവിശേഷതകൾ. ഒരാളെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിച്ച് കാണിക്കുന്നതാണല്ലോ സ്വഭാവ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഒരാളുടെ പോലെ എല്ലാവരും ഡിഫറെന്റ് ആണ്, യുണീക്ക് ആണ്. യുണീക്ക് പേഴ്സണാലിറ്റി എന്ന് നമ്മൾ പറയില്ലേ, ഒരാളുടെ പേഴ്സണാലിറ്റി ഹൈലൈറ്റ് ചെയ്യുന്ന പല സ്വഭാവ സവിശേഷതകളും അവർക്കുണ്ടാവും. ചിലരുടെ സംസാരിക്കുന്ന രീതി, ചിലരുടെ ഒരു സ്മൈലായിരിക്കും. ചിലപ്പോ ആ ഒരു കുറെ സംസാരിക്കുന്നതും ഒരു സ്മൈലും കൊണ്ട് നേടുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ ചിലർ കേൾക്കുന്നവരായിരിക്കും നല്ലതുപോലെ, ചിലർ ഭയങ്കരമായിട്ട് കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നവരായിരിക്കും. ഒരു പ്രോബ്ലം സോൾവിങ്, അവർക്ക് എന്തിനും സൊല്യൂഷൻ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്രത്യേകത ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് അപ്രോച്ചബിൾ ആയിരിക്കും ചിലര് എല്ലാരെയും ആക്സെപ്റ്റ് ചെയ്യുന്നവരായിരിക്കും. അങ്ങനെ പല പല സ്വഭാവ സവിശേഷതകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഫിസിക്കലി, സോഷ്യലി, മെന്റലി, അതുപോലെ ഇമോഷണലി ഹെൽത്തി, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയി മാറുക എന്നുള്ളതാണ് ഒരു മെന്റൽ ഹെൽത്ത്. മുഴുവനായിട്ടും ഒരു മെന്റൽ ഹെൽത്ത് ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് എല്ലാം വരുന്നു. ഫിസിക്കലി, സോഷ്യലി, മെന്റലി, അതുപോലെ തന്നെ ഇമോഷണലി ഹെൽത്തി. ഇമോഷൻസ് ഒക്കെ വരുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുന്നു. പ്രൊഡക്റ്റീവ്, മറ്റുള്ളവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ സ്വയം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ. അപ്പൊ അങ്ങനെ ഒരു മെന്റലി ഹെൽത്തി ടീച്ചർക്ക് ഉണ്ടാകേണ്ട ചില പ്രൊഫഷണൽ ട്രെയ്റ്റ്സ് ആണ് പറയുന്നത്. അവർ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ച് അവർക്ക് നല്ലൊരു നോളജ് ഉണ്ടായിരിക്കണം അല്ലെ, അത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, എടുക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ച് നല്ലൊരു നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നമ്മൾ പറയുന്ന കാര്യം ഒരാൾക്ക് ക്ലിയർ ആയിരിക്കണം അല്ലെ.
പിന്നെ നല്ല എഫക്റ്റീവായിട്ട് പഠിപ്പിക്കാനുള്ള ഒരു വില്ലിങ്നെസ്, കപ്പാസിറ്റി അതെല്ലാം ഉണ്ടായിരിക്കണം. പിന്നെ പ്രൊഫഷണലി സ്കിൽഡ് ആയിരിക്കണം. പിന്നെ പലപ്പോഴും അപ്ഡേറ്റ് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യണം. അതുപോലുള്ള ബുക്സ്, മാഗസീൻസ്, ആ പ്രൊഫഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് ആൻഡ് മാഗസീൻസ് അതെല്ലാം സ്റ്റഡി ചെയ്ത് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം. ഓരോ ഇയർ ചെല്ലുന്നതും അപ്ഡേറ്റഡ് ആകണം. പിന്നെ ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്, അല്ലെ കൂടെ കൊളീഗ്സ് ഉണ്ടായിരിക്കും, അവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് ജോലി ചെയ്യാനായിട്ട് പറ്റണം. കപ്പാസിറ്റി ടു വർക്ക് ടുഗദർ. പിന്നെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യണം വിത്ത് അതർ സ്റ്റാഫ് മെമ്പേഴ്സ്, മറ്റ് സ്റ്റാഫ് മെമ്പേഴ്സുമായിട്ട് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ റെസ്പോൺസിബിലിറ്റി, സ്വന്തം റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് ബോധവാനായിരിക്കണം. പിന്നെ കോപ്പറേഷൻ, അതായത് സഹകരണം തന്നെ. നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു കോപ്പറേഷൻ, ആ ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. മോണ്ടിസോറി മെത്തേഡിൽ വരുന്ന ഒരു കാര്യമാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. കുട്ടികളൊരു എൻവിയോൺമെന്റിൽ പഠിക്കുവാണ്, അവിടെ അവർ പരസ്പരം സഹായിച്ച് സഹകരിച്ചാണ് പോകുന്നത്. കോപ്പറേഷൻ എന്നുള്ളത് അവിടെ തന്നെ ജനറേറ്റ് ചെയ്യുന്ന ഒരു കാര്യം. തമ്മിൽ മിങ്കിൾ ചെയ്യുമ്പോൾ നമ്മളും അതുപോലെ തന്നെ ആ ഒരു രീതിയിലായിരിക്കും ഫങ്ഷൻ ചെയ്യുന്നത്. പിന്നെ കുട്ടികളെ ആക്സെപ്റ്റ് ചെയ്യാനും മനസ്സിലാക്കാനുമുള്ള കഴിവ്, അവരെ റെസ്പെക്ട് ചെയ്യാനുള്ള കഴിവ്. അവരൊരു ഇൻഡിവിജ്വൽ ആണ്. കുട്ടിയല്ലേ എന്ന് പറഞ്ഞാൽ എന്തും പറയാം, അങ്ങനെയല്ല. അവരും ഒരു ഇൻഡിവിജ്വൽ ആണ്. ദേ ഹാവ് ഫീലിങ്സ്. അതിനെ നമുക്ക് റെസ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മളുടെ റോള് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മള് കുറെ കുട്ടികളെ മോൾഡ് ചെയ്ത് വിടുന്നവരാണ്. അപ്പൊ സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻസിനനുസരിച്ച് ആ രീതിയിൽ നമ്മൾ ആ കുഞ്ഞുങ്ങളെ പ്രൊഡക്റ്റീവായിട്ട് മാറ്റുന്നവരാണ് നമ്മൾ. ആ ഒരു അവയർനെസ് നമുക്കുണ്ടായിരിക്കും. പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രൊഫഷൻ, മറ്റുള്ളവരുടെ പ്രൊഫഷൻ, അതിനോടുള്ള ഒരു റെസ്പെക്റ്റും ഉണ്ടായിരിക്കണം. നമ്മളുടെ ഐഡന്റിറ്റി, അതിനെ റെസ്പെക്ട് ചെയ്യണം. മറ്റുള്ളവരുടെ ഐഡന്റിറ്റി റെസ്പെക്ട് ചെയ്യണം. അപ്പൊ ഇതാണ് മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരു ടീച്ചർ. മറ്റുള്ളവരെ പുച്ഛിക്കുകയോ അങ്ങനെയുള്ളതല്ല, കുട്ടികളെ കെയർ ചെയ്യാതിരിക്കുക, അങ്ങനെയൊന്നും. അപ്പൊ മെന്റലി ഹെൽത്തി പ്രൊഫഷൻ ഒരു ടീച്ചർക്ക് ഉണ്ടാകേണ്ട ഒരു പ്രൊഫഷണൽ ട്രേറ്റ്സ് ആണ് പറഞ്ഞത്. ആ ഒരു പ്രൊഫഷണൽ ട്രേറ്റ്സ് തന്നെ അവരുടെ പേഴ്സണൽ ബിഹേവിയറിന്റെ, പേഴ്സണാലിറ്റിയുടെ തന്നെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കണം. ഇതൊക്കെ ഓർക്കുക. ഇതൊന്നും അല്ല, വൈഡായിട്ട് നമുക്ക് പലപ്പോഴും സിറ്റുവേഷൻ വരുന്നതിനനുസരിച്ചും ഒക്കെ നമ്മളുടെ ആ ഒരു ക്വാളിറ്റീസ് നമ്മൾ പുറത്തേക്ക് തന്നെ വരും. ഓക്കെ, ക്വാളിറ്റീസ് ഓഫ് ടീച്ചറിനോ അങ്ങനെ എന്തെങ്കിലും പറയുവാണെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇനിയും വരുന്നുണ്ട് മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ ചില ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുള്ള ചില ക്വാളിറ്റീസ്. ഞാൻ പറഞ്ഞല്ലോ, ഒബ്സർവേഷൻ, അതൊക്കെ പറഞ്ഞില്ലേ. അത് എംപതി, കമ്പാഷൻ, അഫെക്ഷൻ, ലവ്, കെയറിങ്, അതെല്ലാം വരും. അതൊക്കെ നമുക്കറിയാം. ആസ് എ ടീച്ചർ ഒരു നമുക്ക് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചുള്ളതാണ് മദർഹുഡ്, അല്ലെ, മാതൃത്വം എന്ന് പറയുന്നത്. അതിനെ പ്രസവിക്കണമെന്നൊന്നുമില്ല, അത് നമ്മുടെ ഉള്ളിലുണ്ട്. അതൊരു കുഞ്ഞിനെ കാണുമ്പോ, കൊച്ചു കുട്ടികൾക്ക് ഒരു ഡോള് കിട്ടുമ്പോ അവരതിനെ കെയർ ചെയ്യുന്ന കണ്ടിട്ടല്ലേ. അപ്പൊ ആ ഒരു പെൺകുട്ടിക്ക് ആവുമ്പോ തന്നെ നമുക്ക് ആ ഒരു കെയറിങ് അത് ഉള്ളിൽ തന്നെ ഉണ്ട്. അതിന് പ്രസവിച്ച് കുഞ്ഞുണ്ടാവുക മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊന്നുമില്ല. മദർഹുഡ് എന്ന് പറയുന്നത്, മദർഹുഡ് എല്ലാവരും ഉണ്ട്. മദർഹുഡുള്ള അച്ഛനെ കാണാറുണ്ട്. ലൈക്ക് അമ്മ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ നോക്കി, അല്ലെങ്കിൽ അമ്മ സ്ഥലത്തില്ലാത്ത കുട്ടികളെ അതുപോലെ നോക്കുന്ന അച്ഛന്മാരും ഉണ്ട്. സോ ആ ഒരു മദർഹുഡ് ആളുടെ എല്ലാരിലും ഉണ്ടാകുന്ന ഒരു ക്വാളിറ്റി തന്നെയാണ്. കുഞ്ഞുങ്ങളെ കാണുമ്പോ എല്ലാരും ഒന്ന് എടുക്കും, കളിപ്പിക്കും, അവരെ കെയർ ചെയ്യും, അല്ലെ. സോ അത് ആണ് മദർഹുഡ് എന്ന് പറയുന്നത്. അതാണ് എന്റെ ഒരു ഒപ്പീനിയൻ ആണ് കേട്ടോ. അല്ലാതെ പ്രസവിച്ച സ്ത്രീകൾക്ക് മാത്രമേ അതുണ്ടാവുള്ളൂ എന്നൊന്നുമില്ല. ഓക്കെ, ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ സൈൻ ഔട്ട് ചെയ്യാം. ഡൗട്ട് ചോദിച്ചോട്ടെ പ്ലീസ്. മിസ്സേ, അത് വേറൊന്നുമില്ല, അസൈൻമെന്റിന്റെ ഒരു കാര്യമായിരുന്നു. മിസ് ഞങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തന്നായിരുന്നു. മിസ് 4 അസൈൻമെന്റ് ക്ലാസ് റൂമിൽ ഇട്ടില്ലായിരുന്നോ? അതിനകത്ത് എക്സ്ട്രാ ഒരു നാഷണൽ ഏജൻസി പറഞ്ഞ എഴുതാൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് അതിനകത്ത് മിസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ക്ലാസ് റൂമിൽ ഇട്ടതിൽ അതില്ലാന്നാണോ? ക്ലാസ് റൂമിൽ ഇട്ടതിൽ അതില്ല. പിന്നെ മിസ് പറയാത്ത 2 അസൈൻമെന്റ് ആണ് അതിനകത്ത് ഇട്ടത്. ഓക്കെ, ഞാനത് ഇട്ടേക്കാം. പിന്നെ ചിലപ്പം അസൈൻമെന്റുകൾ തമ്മിൽ ഒരു ഗ്യാപ്പ് വരുമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഏകദേശം ഒരു 10 ബാച്ചോളം ഉണ്ടല്ലോ. അപ്പൊ ഇതിനെ വാല്യൂ ചെയ്യുന്നവർക്ക് കൂടുതൽ സ്ട്രഗിളും ആകരുത്,
അപ്പൊ ഒരെണ്ണം കഴിയുമ്പോൾ അടുത്തത് എന്നുള്ള രീതിയിൽ അവരും ആ ഒരു ടൈം അനുസരിച്ചാണ് ഓരോന്ന് ഇട്ടിട്ട് പോകുന്നത്. പിന്നെ ഞാൻ വിട്ടും ആണല്ലോ. പോകുന്നുണ്ട്, റിമൈൻഡ് ചെയ്തതിന് ഞാൻ ഓർത്തിട്ടോളാം കേട്ടോ. ശരി, ഞങ്ങളത് ഓൾറെഡി എഴുതി വെച്ചു, അതാ മിസ്സിനോട് ചോദിച്ചേ. ഓക്കെ ഓക്കെ, ഞാൻ ഇട്ടേക്കാം. താങ്ക് യു ആ. സോ മച്ച്. സൈൻ ഔട്ട് Thank you ഉണ്ടോ so എന്തെങ്കിലും much. പറയാൻ? Thank you so much, ma'am. Today we have studied about mental health and hygiene. Mental health is a science. According to Crow and Crow, mental hygiene is a science that spread all field of human relationship, but also deal human welfare. Then next, the main aim of mental hygiene is prevent the mental disorders. Then mentally health means that socially adjustable. Also, a good person have to take a good healthy decision in their life. Then also discussed the importance professional traits of mentally healthy teacher. These are subject knowledge, professionally skills, then studied and updated recent books and stories, then capacity to work together, then sharing experiences to others, then cooperation mind is very important, then they have respect mind, respect self and respect others. This is what I have been taught until today. Then once again, thank you so much, ma'am. I would like to express my deepest gratitude to great Jisha ma'am. Thanks to all my friends. We have listened for the class so far. Thank you. Thank you, Miss. Thank you.